നമസ്കാരം, PSC ടുഡേ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇനി ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാ സുഹൃത്തുക്കളും നമ്മുടെ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ വീഡിയോയ്ക്ക് നിങ്ങൾ ലൈക്ക് നൽകുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്താനും ശ്രമിക്കുക. അപ്പോൾ നമുക്ക് സമയം കളയേണ്ട, ക്ലാസ്സിലേക്ക് പോകാം. വൈറ്റമിൻ എ മനുഷ്യ ശരീരത്തിൽ പ്രകൃതിയാൽ കാണപ്പെടുന്ന ജീവകം എന്നറിയപ്പെടുന്നത് ജീവകം എ ആണ്. മനുഷ്യ ശരീരത്തില് പ്രകൃതിയാൽ തന്നെ കാണപ്പെടുന്ന വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ എ ആണ്. റെറ്റിനോൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ജീവകം എ ആണ്. റെറ്റിനോൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ജീവകം എ ആണ്. കണ്ണിന്റെ ആരോഗ്യത്തിന് ആവശ്യമായ ജീവകം എന്നറിയപ്പെടുന്നത് ജീവകം എ ആണ്. കണ്ണിന്റെ ആരോഗ്യത്തിന് ആവശ്യമായ ജീവകം എന്നറിയപ്പെടുന്നത് ജീവകം എ ആണ്. കരളിൽ സംഭരിക്കപ്പെടുന്ന ജീവകം എന്ന് ചോദിച്ചാൽ ജീവകം എ ആണ്. ഇതെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. കരളില് സംഭരിക്കപ്പെടുന്ന ജീവകം എന്നറിയപ്പെടുന്നത് ഏതാണ്? ജീവകം എ ആണ്. ജീവകം എയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗങ്ങളാണ് നിശാന്തത, മാലക്കണ്ണ് അല്ലെങ്കിൽ നൈറ്റ് ബ്ലൈൻഡ്നസ്. ഇതെല്ലാം ഒറ്റ സാധനമാണ്. നിശാന്തത അല്ലെങ്കിൽ അവനെ നമുക്ക് മാലക്കണ്ണ് എന്ന് വിളിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ അവനെ നമുക്ക് എന്ന് വിളിക്കാം, നൈറ്റ് ബ്ലൈൻഡ്നസ് എന്ന് വിളിക്കാം. അതുപോലെ തന്നെ സീറോഫ്താൽമിയ എന്ന് പറയുന്ന രോഗം ഏതാണ്? സീറോഫ്താൽമിയ എന്ന് പറയുന്ന രോഗം. ഇതിൽ പഠിക്കേണ്ടത് ഒരു കാര്യം കൂടെ ഉണ്ട് സുഹൃത്തുക്കളെ. ഇതിൽ ജീവകം A1 കുറവ് മൂലം നിശാന്തതയും ജീവകം A2 കുറവ് മൂലം സീറോഫ്താൽമിയയും ഉണ്ടാകുന്നു. ഇപ്പൊ PSC അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് തന്നെ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്കത് പഠിക്കേണ്ടതുണ്ട്. ജീവകം A1 കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം നിശാന്തത, ജീവകം A2 കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് സീറോഫ്താൽമിയ. സീറോഫ്താൽമിയ എന്ന് പറഞ്ഞാൽ അറിയാലോ സുഹൃത്തുക്കളെ, കണ്ണിന്റെ ഈർപ്പം നഷ്ടമാകുന്ന അവസ്ഥയാണ് സീറോഫ്താൽമിയ എന്നറിയപ്പെടുന്നത്. ജീവകം എ ധാരാളമായി അടങ്ങിയിരിക്കുന്നത് ഭക്ഷ്യവസ്തുക്കളാണ്. ക്യാരറ്റ്, ചീര, പാലുൽപ്പന്നങ്ങൾ, കരൾ, പയറില, ചേമ്പില, മുരിങ്ങയില. പഠിച്ചോളനെ, ജീവകം എ ധാരാളമായി അടങ്ങിയിരിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ ഏതൊക്കെയാ? ക്യാരറ്റ്, ചീര, പാലുൽപ്പന്നങ്ങൾ, കരൾ, പയറില, ചേമ്പില, മുരിങ്ങയില എന്നിവയാണ്. പ്രോ വൈറ്റമിൻ എ എന്നറിയപ്പെടുന്ന വർണ്ണവസ്തു കരോട്ടിനാണ്. പ്രോ വൈറ്റമിൻ എ എന്നറിയപ്പെടുന്ന വർണ്ണവസ്തു ഏതാ? കരോട്ടിനാണ്. ക്യാരറ്റിന് ഓറഞ്ച് നിറം നൽകുന്ന വർണ്ണവസ്തു കരോട്ടിനാണ്. പഠിച്ചോളനെ, ക്യാരറ്റിന് ഓറഞ്ച് നിറം നൽകുന്ന വർണ്ണവസ്തു ഏതാണ്? അത് കരോട്ടിനാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക, വളരെ ഈസിയാണ്. മനുഷ്യരീരത്തിലെ പ്രകൃതിയെ കാണുന്ന ജീവകം എന്നറിയപ്പെടുന്നത് ജീവകം എ ആണ്. റെറ്റിനോൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ജീവകം എ ആണ്. കണ്ണിന്റെ ആരോഗ്യത്തിന് ആവശ്യമായ ജീവകം എന്നറിയപ്പെടുന്നത് ജീവകം എ ആണ്. കരളിൽ സംഭരിക്കപ്പെടുന്ന ജീവകം എന്നറിയപ്പെടുന്നത് ജീവകം എ ആണ്. ജീവകം എയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗങ്ങളാണ് നിശാന്തതയും അതുപോലെ തന്നെയാണ് സീറോഫ്താൽമിയയും. ഇതിൽ ജീവകം A1 കുറവ് മൂലം നിശാന്തത ഉണ്ടാകുന്നു. നിശാന്തതയുടെ മറ്റു പേരുകൾ എന്താണ്? മാലക്കണ്ണ്, നൈറ്റ് ബ്ലൈൻഡ്നസ്. ജീവകം A2 കുറവ് മൂലമാണ് സീറോഫ്താൽമിയ എന്നുള്ള രോഗം ഉണ്ടാകുന്നത്. സീറോഫ്താൽമിയ എന്ന് വെച്ചാൽ കണ്ണിന്റെ ഈർപ്പം രഹിതമാകുന്ന അവസ്ഥ അറിയപ്പെടുന്ന പേരാണ് സീറോഫ്താൽമിയ. ഇനി ജീവകം എ ധാരാളമായി അടങ്ങിയിരിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ ഏതൊക്കെയാ? ക്യാരറ്റ്, ചീര, പാലുൽപ്പന്നങ്ങൾ, കരൾ, പയറില, ചേമ്പില, മുരിങ്ങയില എന്നിവയാണ്. പ്രോ വൈറ്റമിൻ എ എന്നറിയപ്പെടുന്ന വർണ്ണവസ്തു ഏതാണ്? കരോട്ടിനാണ്. ക്യാരറ്റിന് ഓറഞ്ച് നിറം നൽകുന്ന വർണ്ണവസ്തു എന്ന് ചോദിച്ചാൽ അതും കരോട്ടിനാണ്. പഠിക്കുക. അടുത്തതാണ് വൈറ്റമിൻ ബി. ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണം, ത്വക്കിന്റെ ആരോഗ്യം എന്നിവയ്ക്ക് ആവശ്യമായ ജീവകം ചോദിച്ചാൽ ജീവകം ബി ആണ്. ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണം, ത്വക്കിന്റെ ആരോഗ്യം എന്നിവയ്ക്ക് ആവശ്യമായ ജീവകം ചോദിച്ചാൽ അത് ജീവകം ബി ആണ്. ധാന്യങ്ങൾ, പ്രോട്ടീൻ എന്നിവ ശരീരത്തിൽ പ്രയോജനപ്പെടുത്തുവാൻ സഹായിക്കുന്ന വൈറ്റമിൻ ചോദിച്ചാൽ അതും വൈറ്റമിൻ ബി ആണ്. പഠിച്ചോളനെ, ധാന്യങ്ങൾ, പ്രോട്ടീൻ എന്നിവ ശരീരത്തിൽ പ്രയോജനപ്പെടുത്തുവാൻ സഹായിക്കുന്ന അല്ലെങ്കിൽ ഇവയുടെ മെറ്റബോളിസത്തിന് സഹായിക്കുന്ന വൈറ്റമിൻ എ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വൈറ്റമിൻ ബി ആണ്. ജീവകം ബിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് വായ്പുണ്ണും അതുപോലെ തന്നെ ബെറിബെറിയും. പഠിച്ചോളനെ, ജീവകം ബിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് വായ്പുണ്ണും അതുപോലെ തന്നെ ബെറിബെറിയും. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. വൈറ്റമിൻ ബിയെ പറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണം, ത്വക്കിന്റെ ആരോഗ്യം എന്നിവയ്ക്ക് ആവശ്യമായ ജീവകം ബി ആണ്. ധാന്യങ്ങൾ, പ്രോട്ടീൻ എന്നിവ ശരീരത്തിൽ പ്രയോജനപ്പെടുത്തുവാൻ സഹായിക്കുന്ന വൈറ്റമിൻ ബി ആണ്. ജീവകം ബിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് വായ്പുണ്ണ് അല്ലെങ്കിൽ ബെറിബെറി. വായ്പുണ്ണും അതുപോലെ തന്നെ ബെറിബെറിയും. ജീവകം സി. അസ്കോർബിക് ആസിഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന ജീവകം സി ആണ്. അസ്കോർബിക് ആസിഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന ജീവകം ഏതാ? ജീവകം സി ആണ്. കൃത്രിമമായി നിർമ്മിച്ച ആദ്യത്തെ ജീവകം എന്നറിയപ്പെടുന്നത് ജീവകം സി ആണ്. കൃത്രിമമായി നിർമ്മിച്ച ആദ്യത്തെ ജീവകം എന്നറിയപ്പെടുന്നത് ജീവകം സി ആണ്. ഭക്ഷണം പാകം ചെയ്യുമ്പോൾ നഷ്ടമാകുന്ന ജീവകം സി ആണ്. ഭക്ഷണം പാകം ചെയ്യുമ്പോൾ നഷ്ടമാകുന്ന ജീവകം എന്നറിയപ്പെടുന്നത് ജീവകം സി ആണ്. യുവത്വം നിലനിർത്താൻ സഹായിക്കുന്ന ജീവകം എന്നറിയപ്പെടുന്നത് ജീവകം സി ആണ്. യുവത്വം നിലനിർത്താൻ സഹായിക്കുന്ന
ജീവകം എന്നറിയപ്പെടുന്നത് ജീവകം സി ആണ്. മൂത്രത്തിലൂടെ നഷ്ടപ്പെടുന്ന ജീവകം ജീവകം സി ആണ്. മൂത്രത്തിലൂടെ നഷ്ടപ്പെടുന്ന ജീവകം ഏതാണ്? ജീവകം സി ആണ്. രോഗപ്രതിരോധ ശേഷിക്ക് ആവശ്യമായ ജീവകം എന്നറിയപ്പെടുന്നത് ജീവകം സി ആണ്. രോഗപ്രതിരോധ ശേഷിക്ക് ആവശ്യമായ ജീവകം എന്നറിയപ്പെടുന്നത് ജീവകം സി ആണ്. മുറിവുണങ്ങാൻ സഹായിക്കുന്ന ജീവകം എന്നറിയപ്പെടുന്നത് ജീവകം സി ആണ്. ഈ പറഞ്ഞതെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് സുഹൃത്തുക്കളെ, പഠിച്ചോളനെ. മുറിവുണങ്ങാൻ സഹായിക്കുന്ന ജീവകം എന്നറിയപ്പെടുന്നത് ജീവകം സി ആണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. അസ്കോർബിക് ആസിഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന ജീവകം ജീവകം സി ആണ്. കൃത്രിമമായി നിർമ്മിച്ച ആദ്യത്തെ ജീവകം എന്നറിയപ്പെടുന്നത് ജീവകം സി ആണ്. ഭക്ഷണം പാകം ചെയ്യുമ്പോൾ നഷ്ടമാകുന്ന ജീവകം എന്നറിയപ്പെടുന്നത് ജീവകം സി ആണ്. യുവത്വം നിലനിർത്താൻ സഹായിക്കുന്ന ജീവകം എന്നറിയപ്പെടുന്നത് ജീവകം സി ആണ്. മൂത്രത്തിലൂടെ നഷ്ടപ്പെടുന്ന ജീവകം എന്നറിയപ്പെടുന്നത് ജീവകം സി ആണ്. രോഗപ്രതിരോധ ശേഷിക്ക് ആവശ്യമായ ജീവകം എന്നറിയപ്പെടുന്നത് ജീവകം സി ആണ്. മുറിവുണങ്ങാൻ സഹായിക്കുന്ന ജീവകം എന്നറിയപ്പെടുന്നത് ജീവകം സി ആണ്. പഠിക്കുക. ത്വക്ക്, മോണ, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിന് ആവശ്യമായ ജീവകം ജീവകം സി ആണ്. പഠിച്ചോളനെ. ത്വക്ക്, മോണ, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിന് ആവശ്യമായ ജീവകം എന്നറിയപ്പെടുന്നത് ജീവകം സി ആണ്. ഫ്രഷ് ഫ്രൂട്ട് വൈറ്റമിൻ എന്നും ആന്റി ക്യാൻസർ വൈറ്റമിൻ എന്നും അറിയപ്പെടുന്നത് ജീവകം സി ആണ്. പഠിച്ചോളനെ. ഫ്രഷ് ഫ്രൂട്ട് വൈറ്റമിൻ എന്നും ആന്റി ക്യാൻസർ വൈറ്റമിൻ എന്നും അറിയപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ അത് വൈറ്റമിൻ സി ആണ്. ജീവകം സിയുടെ അപര്യാപ്തത രോഗമാണ് സ്കർവി എന്ന് പറയുന്നത്. ജീവകം സിയുടെ അപര്യാപ്തത രോഗം എന്താണ്? സ്കർവി ആണ്. നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗം സ്കർവി. നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? സ്കർവി ആണ്. പാൽ, മുട്ട എന്നിവയിൽ ഇല്ലാത്ത ജീവകം എന്നറിയപ്പെടുന്നത് സി ആണ്. മറക്കല്ലേ. പാൽ, മുട്ട എന്നിവയിൽ ഇല്ലാത്ത ജീവകം എന്നറിയപ്പെടുന്നത് ജീവകം സി ആണ്. ജീവകം സി ലഭിക്കുന്ന പ്രധാന ഭക്ഷണങ്ങളാണ് പുളിരുചിയുള്ള പഴങ്ങൾ, നെല്ലിക്ക, പപ്പായ, മുരിങ്ങയില. പുളിരുചിയുള്ള പഴങ്ങള്, നെല്ലിക്ക, പപ്പായ, മുരിങ്ങയില എന്നിവയാണ്. പഠിക്കുക. ഒന്നുകൂടി പറയാൻ സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ത്വക്ക്, മോണ, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിന് ആവശ്യമായ ജീവകം ജീവകം സി ആണ്. ഫ്രഷ് ഫ്രൂട്ട് വൈറ്റമിൻ എന്നും ആന്റി ക്യാൻസർ വൈറ്റമിൻ എന്നും അറിയപ്പെടുന്നത് ജീവകം സി ആണ്. മോണ, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിന് ആവശ്യമായ ജീവകം ജീവകം സി ആണ്. ഫ്രഷ് ഫ്രൂട്ട് വൈറ്റമിൻ എന്നും ആന്റി ക്യാൻസർ വൈറ്റമിൻ എന്നും അറിയപ്പെടുന്നത് ജീവകം സി ആണ്. ശരീരത്തിൽ ഇരുമ്പിന്റെ ആഗിരണം ഉത്തേജിപ്പിക്കുന്ന ജീവകം ജീവകം സി ആണ്. ജീവകം സിയുടെ അപര്യാപ്തത രോഗമാണ് സ്കർവി എന്നറിയപ്പെടുന്നത്. നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗം സ്കർവി. നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗം ഏതാ? സ്കർവി ആണ്. പാൽ, മുട്ട എന്നിവയിൽ ഇല്ലാത്ത ജീവകം എന്നറിയപ്പെടുന്നത് ജീവകം സി ആണ്. പാൽ, മുട്ട എന്നിവയിൽ ഇല്ലാത്ത ജീവകം എന്നറിയപ്പെടുന്നത് ജീവകം സി ആണ്. ജീവകം സി ലഭിക്കുന്ന പ്രധാന ഭക്ഷ്യവസ്തുക്കൾ ഏതാ? പുളിരുചിയുള്ള പഴങ്ങൾ, നെല്ലിക്ക, പപ്പായ, മുരിങ്ങയില. ഇതിൽ നെല്ലിക്ക പഠിച്ചു വെക്കുക, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ജീവകം ഡി. കാൽസിഫെറോൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ജീവകം ജീവകം ഡി ആണ്. കാൽസിഫെറോൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ജീവകം ജീവകം ഡി ആണ്. സൺഷൈൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് ജീവകം ഡി ആണ്. സൺഷൈൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് ജീവകം ഡി ആണ്. പച്ചക്കറികളിൽ നിന്നും ലഭിക്കാത്ത ജീവകം എന്നറിയപ്പെടുന്നത് ജീവകം ഡി ആണ്. പച്ചക്കറികളിൽ നിന്നും ലഭിക്കാത്ത ജീവകം എന്നറിയപ്പെടുന്നത് ജീവകം ഡി ആണ്. എല്ലിന്റെയും പല്ലിന്റെയും ആരോഗ്യത്തിന് ആവശ്യമായ ജീവകം ജീവകം ഡി ആണ്. എല്ലിന്റെയും പല്ലിന്റെയും ആരോഗ്യത്തിന് ആവശ്യമായ ജീവകം എന്നറിയപ്പെടുന്നത് ജീവകം ഡി ആണ്. ശരീരത്തിൽ കാൽസ്യം, ഫോസ്ഫറസ് എന്നിവയുടെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകം ജീവകം ഡി ആണ് കേട്ടോ. ശരീരത്തിലെ കാൽസ്യം, ഫോസ്ഫറസ് എന്നിവയുടെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകം ജീവകം ഡി ആണ്. സ്റ്റിറോയിഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് ജീവകം ഡി ആണ്. സ്റ്റിറോയിഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് ജീവകം ഡി ആണ്. ജീവകം ഡിയുടെ അപര്യാപ്തത രോഗമാണ് കണ, അല്ലെങ്കിൽ അവൻ ഇംഗ്ലീഷ് നമ്മൾ എന്ന് പറയുന്നു റിക്കറ്റ്സ് എന്ന് പറയും കേട്ടോ. ജീവകം ഡിയുടെ അപര്യാപ്തത രോഗമാണ് കണ എന്ന് പറയുന്നത്. ഇംഗ്ലീഷിൽ അവൻ എന്താ പറയുന്നത്? റിക്കറ്റ്സ് എന്നാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. കാൽസിഫെറോൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ജീവകം ജീവകം ഡി ആണ്. സൺഷൈൻ വൈറ്റമിൻ എന്ന് ചോദിച്ചാൽ അത് ഡി ആണ്. അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടായിരിക്കും, നമ്മുടെ സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ നമ്മുടെ ത്വക്കിനടിയിൽ രൂപീകരിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന ജീവകം എന്നൊക്കെ അറിയപ്പെടുന്നത് ജീവകം ഡി ആണ്. അതുകൊണ്ടാണ് സൺഷൈൻ വൈറ്റമിൻ എന്ന പേരിൽ ആരറിയപ്പെടുന്നത്? ജീവകം ഡി അറിയപ്പെടുന്നത്. പച്ചക്കറികളിൽ നിന്ന് ലഭിക്കാത്ത ജീവകം എന്നറിയപ്പെടുന്നത് ജീവകം ഡി ആണ്. എല്ലിന്റെയും പല്ലിന്റെയും ആരോഗ്യത്തിന് ആവശ്യമായ ജീവകം എന്നറിയപ്പെടുന്നത് ജീവകം ഡി ആണ്. ശരീരത്തിൽ കാൽസ്യം, ഫോസ്ഫറസ് എന്നിവയുടെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകം ഏതാണ്? ജീവകം ഡി ആണ്. സ്റ്റിറോയിഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് ജീവകം ഡി ആണ്. ജീവകം ഡിയുടെ അപര്യാപ്തത രോഗമാണ് കണ, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ നമ്മൾ എന്ത് പറയുന്നു? റിക്കറ്റ്സ് എന്ന് പറയുന്നു. അടുത്തതാണ് ജീവകം ഇ. ടോക്കോഫിറോൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ജീവകം എന്ന് ചോദിച്ചാൽ ജീവകം ഇ ആണ്. ടോക്കോഫിറോൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ജീവകം ഏതാണ്? ജീവകം ഇ ആണ്. ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് ജീവകം ഇ ആണ്. ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് ജീവകം ഇ ആണ്. ഹൃദയത്തിന്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന ജീവകം ജീവകം ഇ ആണ്. പഠിച്ചോളനെ. ഹൃദയത്തിന്റെ സംരക്ഷകൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ജീവകം ഏതാണ്? ജീവകം ഇ ആണ്. മുട്ടയുടെ മഞ്ഞയിൽ അടങ്ങിയിരിക്കുന്ന ജീവകം ജീവകം ഇ ആണ്. മുട്ടയുടെ മഞ്ഞയിൽ അടങ്ങിയിരിക്കുന്ന ജീവകം ചോദിച്ചാൽ ജീവകം ഇ ആണ്. നാഡികളുടെയും ചുവന്ന
രക്താണുക്കളുടെയും ആരോഗ്യത്തിന് ആവശ്യമായ ജീവകം ജീവകം ഇ ആണ്. നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിന് ആവശ്യമായ ജീവകം ഏതാണ്? ജീവകം ഇ ആണ്. ജീവകം ഇയുടെ അപര്യാപ്തത രോഗമാണ് വന്ധ്യത. പഠിച്ചോളേ, ജീവകം ഇയുടെ അപര്യാപ്തത രോഗം എന്നറിയപ്പെടുന്നത് വന്ധ്യതയാണ്. അതുകൊണ്ട് തന്നെ ആന്റി സ്റ്റെറിലിറ്റി ഹോർമോൺ എന്നറിയപ്പെടുന്നത് ജീവകം ഇ ആണ്. അതുകൊണ്ട് തന്നെ ആന്റി സ്റ്റെറിലിറ്റി ഹോർമോൺ എന്നറിയപ്പെടുന്നത് ആരാണ്? ജീവകം ഇ ആണ്. പ്രധാനമായും ജീവകം ഇ ലഭിക്കുന്നത് സസ്യ എണ്ണകളിൽ നിന്നുമാണ് കേട്ടോ. പ്രധാനമായിട്ടും ജീവകം ഇ ലഭിക്കുന്നത് എവിടെ നിന്നാണ്? സസ്യ എണ്ണകളിൽ നിന്നുമാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ജീവകം ഇയെ പറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ടോക്കോഫിറോൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ജീവകം എന്ന് ചോദിച്ചാൽ ജീവകം ഇ ആണ്. ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് ജീവകം ഇ ആണ്. ഹൃദയത്തിന്റെ സംരക്ഷകൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ജീവകം ജീവകം ഇ ആണ്. മുട്ടയുടെ മഞ്ഞയിൽ അടങ്ങിയിരിക്കുന്ന ജീവകം ജീവകം ഇ ആണ്. നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിന് ആവശ്യമായ ജീവകം ജീവകം ഇ ആണ്. ജീവകം ഇയുടെ അപര്യാപ്തത രോഗം എന്നറിയപ്പെടുന്നത് വന്ധ്യതയാണ്. ആന്റി സ്റ്റെറിലിറ്റി ഹോർമോൺ എന്നറിയപ്പെടുന്നത് ജീവകം ഇ ആണ്. പ്രധാനമായും ജീവകം ഇ ലഭിക്കുന്നത് സസ്യ എണ്ണകളിൽ നിന്നുമാണ്. അടുത്തതാണ് ജീവകം കെ. ജീവകം കെയുടെ ശാസ്ത്രീയ നാമം ഫില്ലോക്വിനോൻ എന്നാണ്. പഠിച്ചോളനെ, ജീവകം കെയുടെ ശാസ്ത്രീയ നാമം എന്താണ്? ഫില്ലോക്വിനോൻ എന്നാണ്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകം ജീവകം കെ ആണ്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകം ജീവകം കെ ആണ്. തണുപ്പിക്കുമ്പോൾ നഷ്ടപ്പെടുന്ന ജീവകം എന്ന് ചോദിച്ചാൽ അത് ജീവകം കെ ആണ്. പഠിച്ചോളനെ, തണുപ്പിക്കുമ്പോൾ നഷ്ടപ്പെടുന്ന ജീവകം എന്നറിയപ്പെടുന്നത് ജീവകം കെ ആണ്. ജീവകം കെയുടെ അപര്യാപ്തത രോഗമാണ് ഹീമോഫീലിയ, അല്ലെങ്കിൽ രക്തം കട്ടപിടിക്കാൻ ഒരുപാട് സമയം എടുക്കും കേട്ടോ. ജീവകം കെയുടെ അപര്യാപ്തത രോഗം അറിയപ്പെടുന്ന പേരാണ് ഹീമോഫീലിയ. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റൊരു പേരിൽ പറയുന്നുണ്ട്, എന്താണ്? റോയൽ ഡിസീസ് എന്നല്ലേ. റോയൽ ഡിസീസ് എന്നറിയപ്പെടുന്നത് ഹീമോഫീലിയ ആണ്. ഹീമോഫീലിയ ദിനം എന്ന് പറയുന്നത് ഏപ്രിൽ 17 ആണ്. ഹീമോഫീലിയ ദിനം എന്നറിയപ്പെടുന്നത് ഏപ്രിൽ 17 ആണ്. ജീവകം കെ അല്ലെങ്കിൽ നമ്മുടെ വൈറ്റമിൻ കെ ലഭിക്കുന്ന ഭക്ഷ്യവസ്തുക്കളാണ് ക്യാബേജ്, ചീര, കോളിഫ്ലവർ. ജീവകം കെ ലഭിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ ഏതൊക്കെയാ? ക്യാബേജ്, ചീര, കോളിഫ്ലവർ എന്നിവയാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ജീവകം കെയുടെ ശാസ്ത്രീയ നാമം ഫില്ലോക്വിനോൻ. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകം ജീവകം കെ ആണ്. തണുപ്പിക്കുമ്പോൾ നഷ്ടപ്പെടുന്ന ജീവകം എന്ന് ചോദിച്ചാൽ ജീവകം കെ ആണ്. ജീവകം കെയുടെ അപര്യാപ്തത രോഗമാണ് ഹീമോഫീലിയ. ഹീമോഫീലിയ അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ്? റോയൽ ഡിസീസ് എന്ന്. ഹീമോഫീലിയ ദിനമെന്ന് ആചരിക്കുന്നത് ഏപ്രിൽ 17 ആണ്. വൈറ്റമിൻ കെ ലഭ്യമാകുന്ന ഭക്ഷ്യവസ്തുക്കൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ക്യാബേജ്, ചീര, കോളിഫ്ലവർ എന്നിവയാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ധവള വിപ്ലവം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്ഷീരോത്പാദനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ധവള വിപ്ലവം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്ഷീരോത്പാദനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ധവള വിപ്ലവം. ഇന്ത്യയിൽ പാലുൽപാദനത്തിലുണ്ടായ വർധനവ് അറിയപ്പെടുന്ന പേരാണ് ധവള വിപ്ലവം. ഇന്ത്യയിലെ പാലുൽപാദനത്തിലുണ്ടായ വർധനവ് അറിയപ്പെടുന്ന പേരാണ് ധവള വിപ്ലവം. ഇന്ത്യൻ ധവള വിപ്ലവത്തിന്റെ പിതാവ് ഡോക്ടർ വർഗീസ് കുര്യൻ. ഇന്ത്യൻ ധവള വിപ്ലവത്തിന്റെ പിതാവ് ആരാ? ഡോക്ടർ വർഗീസ് കുര്യൻ ആണ്. ഓപ്പറേഷൻ ഫ്ലഡ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് ധവള വിപ്ലവമാണ്. ഓപ്പറേഷൻ ഫ്ലഡ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് ധവള വിപ്ലവമാണ്. ഇന്ത്യയിൽ ധവള വിപ്ലവം ആരംഭിച്ചത് 1964 1965 കാലഘട്ടത്തിൽ. ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യയിൽ ധവള വിപ്ലവം ആരംഭിച്ചത് എന്നാ സുഹൃത്തുക്കളെ? 1964 1965 കാലഘട്ടത്തിലാണ്. ഒന്നുകൂടി പറയാം, ധവള വിപ്ലവത്തെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. ഇന്ത്യയിൽ പാലുൽപാദനത്തിലുണ്ടായ വർധനവാണ് ധവള വിപ്ലവം എന്നറിയപ്പെടുന്നത്. ഇന്ത്യൻ ധവള വിപ്ലവത്തിന്റെ പിതാവ് ഡോക്ടർ വർഗീസ് കുര്യനാണ്. ഓപ്പറേഷൻ ഫ്ലഡ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ധവള വിപ്ലവം. ഇന്ത്യൻ ധവള വിപ്ലവം ആരംഭിച്ചത് 1964 1965 കാലഘട്ടത്തിലാണ്. പഠിക്കുക. ഇന്ത്യയുടെ പാൽത്തൊട്ടി എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഹരിയാന. ഒരുപാട് തവണ PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. ഇന്ത്യയുടെ പാൽത്തൊട്ടി എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? ഹരിയാനയാണ്. ധവള വിപ്ലവവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുമായി സഹകരിക്കുന്ന രാജ്യം സ്വിറ്റ്സർലൻഡ് ആണ്. പഠിച്ചോളനെ, ധവള വിപ്ലവവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുമായി സഹകരിക്കുന്ന രാജ്യം ഏതാണ്? സ്വിറ്റ്സർലൻഡ് ആണ്. ഇന്ത്യയിൽ ക്ഷീരോത്പാദന സഹകരണ പ്രസ്ഥാനമായ അമൂൽ സ്ഥിതി ചെയ്യുന്നത് ആനന്ദ്, ഗുജറാത്ത്. ഇമ്പോർട്ടന്റ് പോയിന്റ് വീണ്ടും വന്നിരിക്കുന്നു പ്രീവിയസ് ക്വസ്റ്റ്യൻ. ഇന്ത്യയിൽ ക്ഷീരോത്പാദന സഹകരണ പ്രസ്ഥാനമായ അമൂൽ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആനന്ദാണ്. ആനന്ദ് എവിടെയാണ്? ഗുജറാത്തിലാണ്. അമൂലിന്റെ പ്രവർത്തനങ്ങൾക്ക് പ്രധാന പങ്ക് വഹിച്ച വ്യക്തിത്വം ഡോക്ടർ വർഗീസ് കുര്യനാണ്. ഇല്ലെങ്കിൽ PSC മറ്റൊരു രീതിയിൽ ചോദിക്കും, അമൂലിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന മലയാളി വ്യക്തിയാണെന്ന് ചോദിച്ചാൽ ഡോക്ടർ വർഗീസ് കുര്യനാണ്. അമൂലിന്റെ പ്രവർത്തനങ്ങൾക്ക് പ്രധാന പങ്ക് വഹിച്ച വ്യക്തിത്വം അല്ലെങ്കിൽ മലയാളിയായിരുന്നു ചോദിച്ചാൽ അപ്പോൾ ആരാ? ഡോക്ടർ വർഗീസ് കുര്യനാണ്. അമൂൽ സ്ഥാപിതമായ വർഷം 1964. 4-5 പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിരുന്നേ, പഠിച്ചോളനെ. അമൂൽ സ്ഥാപിതമായ വർഷം 1964 ആണ്. ഒന്നുകൂടി പറയാം, ഇന്ത്യയുടെ പാൽത്തൊട്ടി എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഹരിയാന. ധവള വിപ്ലവവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുമായി സഹകരിക്കുന്ന രാജ്യം സ്വിറ്റ്സർലൻഡ്. ഇന്ത്യയിൽ ക്ഷീരോത്പാദന സഹകരണ പ്രസ്ഥാനമായ അമൂൽ സ്ഥിതി ചെയ്യുന്നത്
ആനന്ദ്, അത് ഗുജറാത്ത് സംസ്ഥാനത്തിലാണ്. അമൂലിന്റെ പ്രവർത്തനങ്ങൾക്ക് പ്രധാന പങ്കുവഹിച്ച വ്യക്തി ഡോക്ടർ വർഗീസ് കുര്യനാണ്. അമൂൽ സ്ഥാപിതമായ വർഷം 1964 പഠിക്കുക. അടുത്തതായി നമുക്ക് ഈ ഭാഗത്ത് പഠിക്കുവാനുള്ളതാണ് മിൽമ. എന്താണ് മിൽമ? ധവള വിപ്ലവത്തിന്റെ ഭാഗമായി നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡിന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ സ്ഥാപിച്ച ക്ഷീര സഹകരണ സംഘം അറിയപ്പെടുന്ന പേരാണ് മിൽമ. ഇമ്പോർട്ടന്റ് ആണ്. ധവള വിപ്ലവത്തിന്റെ ഭാഗമായിട്ട് നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡിന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ സ്ഥാപിച്ച ക്ഷീര സഹകരണ സംഘം അറിയപ്പെടുന്ന പേരാണ് മിൽമ. മിൽമ നിലവിൽ വന്ന വർഷം 1980. ഇമ്പോർട്ടന്റ് ആണ്. മിൽമ നിലവിൽ വന്ന വർഷം എത്രയാണ്? 1980 ആണ്. മിൽമയുടെ ആസ്ഥാനം തിരുവനന്തപുരം. മിൽമയുടെ ആസ്ഥാനം തിരുവനന്തപുരം. മിൽമയുടെ ആദ്യകാലത്തെ ആപ്തവാക്യം കേരളം കണികൊണ്ടുണരുന്ന നന്മ. മിൽമയുടെ ആദ്യകാലത്തെ ആപ്തവാക്യം കേരളം കണികൊണ്ടുണരുന്ന നന്മയാണ്. ഇത് മൊത്തവും PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. അതുകൊണ്ട് നമുക്ക് ഈ ഒരു പോയിന്റ് പോലും കളയാനില്ല, പഠിക്കുക. ധവള വിപ്ലവത്തിന്റെ ഭാഗമായി നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡിന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ സ്ഥാപിച്ച ക്ഷീര സഹകരണ സംഘമാണ് മിൽമ. മിൽമ നിലവിൽ വന്ന വർഷം 1980. മിൽമയുടെ ആസ്ഥാനം തിരുവനന്തപുരം. മിൽമയുടെ ആദ്യകാലത്തെ ആപ്തവാക്യം കേരളം കണികൊണ്ടുണരുന്ന നന്മ എന്നാണ് പഠിക്കുക. ഇനി നമുക്ക് പഠിക്കുവാനുള്ളത് നമ്മുടെ ധവള വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായ അപൂർവ വസ്തുതകളാണ് കേട്ടോ. ഇതൊന്ന് പഠിച്ചു വെച്ചോളണേ, ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യൻ ധവള വിപ്ലവവുമായി ബന്ധപ്പെട്ടുള്ള അപൂർവ വസ്തുതകൾ. ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷീര വികസന പദ്ധതി എന്നറിയപ്പെടുന്നത് 1970 രൂപീകരിച്ച ഓപ്പറേഷൻ ഫ്ലഡ് ആണ്. ഇമ്പോർട്ടന്റ് ആണ്. ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷീര വികസന പദ്ധതി എന്നറിയപ്പെടുന്നത് 1970 ഓപ്പറേഷൻ ഫ്ലഡ് ആണ്. ധവള വിപ്ലവത്തിന്റെ വേഗത വർദ്ധിപ്പിക്കുന്നതിന് ആരംഭിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ ഫ്ലഡ്. അപ്പോൾ ധവള വിപ്ലവം എന്ന് പറയുന്നത് ഓൾറെഡി ഉണ്ട്. അതിന്റെ വേഗത വർദ്ധിപ്പിക്കുന്നതിന് ആരംഭിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ ഫ്ലഡ് എന്ന് പറയുന്നത്. ഓപ്പറേഷൻ ഫ്ലഡ് ആരംഭിച്ച വർഷം 1970 കേട്ടോ. ഓപ്പറേഷൻ ഫ്ലഡ് ആരംഭിച്ച വർഷം 1970. ഓപ്പറേഷൻ ഫ്ലഡ് പദ്ധതി ആരംഭിച്ചത് നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് ഓഫ് ഇന്ത്യയാണ്. നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് ഓഫ് ഇന്ത്യയാണ് ഓപ്പറേഷൻ ഫ്ലഡ് എന്ന് പറയുന്ന പദ്ധതി ആരംഭിച്ചത്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷീര വികസന പദ്ധതി എന്നറിയപ്പെടുന്നത് 1970 ഓപ്പറേഷൻ ഫ്ലഡ് ആയിരുന്നു. ധവള വിപ്ലവത്തിന്റെ വേഗത വർദ്ധിപ്പിക്കുന്നതിനായി ആരംഭിച്ച പദ്ധതി എന്ന് ചോദിച്ചാൽ അത് ഓപ്പറേഷൻ ഫ്ലഡ് ആണ്. ഓപ്പറേഷൻ ഫ്ലഡ് ആരംഭിച്ച വർഷം 1970. ഓപ്പറേഷൻ ഫ്ലഡ് പദ്ധതി ആരംഭിച്ചത് നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് ഓഫ് ഇന്ത്യയാണ്. പഠിക്കുക. ധവള വിപ്ലവത്തിന്റെ ഘട്ടങ്ങൾ ചോദിച്ചാൽ അത് 3 ധവള വിപ്ലവത്തിന്റെ ഘട്ടങ്ങൾ എത്രയായിട്ടായിരുന്നു? 3 രീതിയിലായിരുന്നു. ധവള വിപ്ലവത്തിന്റെ നേട്ടത്തിന് പിന്നിൽ നടന്ന പരീക്ഷണം അറിയപ്പെടുന്ന പേരാണ് അമൂൽ ആനന്ദ് പാറ്റേൺ പരീക്ഷണം. പഠിച്ചോളെ. ധവള വിപ്ലവത്തിന്റെ നേട്ടത്തിന് പിന്നിൽ നടന്ന പരീക്ഷണം എന്നറിയപ്പെടുന്നത് അമൂൽ ആനന്ദ് പാറ്റേൺ പരീക്ഷണം. എന്താണ് അമൂൽ ആനന്ദ് പാറ്റേൺ പരീക്ഷണം? ധവള വിപ്ലവ കാലത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയാണ്. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, പഠിച്ചോളണേ. ഈ ധവള വിപ്ലവത്തിന്റെ കാലത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരായിരുന്നു? ലാൽ ബഹദൂർ ശാസ്ത്രി ആയിരുന്നു. ഒന്നുകൂടി പറയാം. ധവള വിപ്ലവത്തിന്റെ ഘട്ടങ്ങൾ ചോദിച്ചാൽ 3, അല്ലെങ്കിൽ PSC ചോദിക്കാം 3 ഘട്ടങ്ങളായിട്ടാണോ ധവള വിപ്ലവം നടന്നതെന്ന് ചോദിച്ചാൽ ശരിയാണ്. ധവള വിപ്ലവം നടന്നത് 3 ഘട്ടങ്ങളായിട്ടാണ്. ധവള വിപ്ലവത്തിന്റെ നേട്ടത്തിന് പിന്നിൽ നടന്ന പരീക്ഷണം അറിയപ്പെടുന്ന പേരാണ് അമൂൽ ആനന്ദ് പാറ്റേൺ പരീക്ഷണം. എന്താണ് അമൂൽ ആനന്ദ് പാറ്റേൺ പരീക്ഷണം? ധവള വിപ്ലവ കാലത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരായിരുന്നു? ലാൽ ബഹദൂർ ശാസ്ത്രി ആയിരുന്നു. പഠിക്കുക. ഇനി നമുക്ക് പഠിക്കാനുള്ളതാണ് ഡോക്ടർ വർഗീസ് കുര്യനെ പറ്റിയിട്ട്. ഡോക്ടർ MS സ്വാമിനാഥനെ പറ്റി നമ്മൾ പഠിച്ചു. അതുപോലെ നമുക്ക് പഠിക്കേണ്ട വ്യക്തിത്വമാണ് ഡോക്ടർ വർഗീസ് കുര്യൻ. ഡോക്ടർ വർഗീസ് കുര്യൻ ജനിച്ചത് 1921 നവംബർ 26 ഡോക്ടർ വർഗീസ് കുര്യൻ ജനിച്ചത് 1921 നവംബർ 26 അദ്ദേഹത്തിന്റെ മരണം 2012 സെപ്റ്റംബർ 9 അപ്പോൾ ഡോക്ടർ വർഗീസ് കുര്യന്റെ മരണം എന്നായിരുന്നു? 2012 സെപ്റ്റംബർ 9 അദ്ദേഹം ഏത് സംസ്ഥാനക്കാരനാ? അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം എവിടെയാ? നമ്മുടെ കേരളം തന്നെയാണ്. അപ്പോൾ ഡോക്ടർ വർഗീസ് കുര്യൻ ജനിച്ചത് 1921 നവംബർ 26 അദ്ദേഹം മരണപ്പെട്ടത് 2012 സെപ്റ്റംബർ 9 മാക്സസെ പുരസ്കാരം ലഭിക്കുന്ന ആദ്യത്തെ മലയാളി എന്നറിയപ്പെടുന്നത് ഡോക്ടർ വർഗീസ് കുര്യനാണ്. വർഷം 1963. വർഷം കൂടെ അങ്ങ് പഠിച്ചോളണേ. മാക്സസെ പുരസ്കാരം ലഭിക്കുന്ന ആദ്യത്തെ മലയാളി എന്നറിയപ്പെടുന്നത് ഡോക്ടർ വർഗീസ് കുര്യനാണ്. വർഷം 1963. 1965 രൂപീകരിച്ച നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡിന്റെ തലവനായിരുന്ന വ്യക്തിയായിരുന്നു ചോദിച്ചാൽ അത് ഡോക്ടർ വർഗീസ് കുര്യനാണ്. 1965 രൂപീകരിച്ച നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡിന്റെ തലവനായിരുന്ന വ്യക്തി ഡോക്ടർ വർഗീസ് കുര്യനാണ്. 1998 ലോകത്തിലെ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമായി ഇന്ത്യ മാറിയതിന് പിന്നെ പ്രവർത്തിച്ച ബുദ്ധി കേന്ദ്രമാരാണ്? ഡോക്ടർ വർഗീസ് കുര്യനാണ്.
1998 ലോകത്തിലെ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമായി ഇന്ത്യ മാറിയതിന് പിന്നിൽ പ്രവർത്തിച്ച ബുദ്ധി കേന്ദ്രമാരായിരുന്നു ഡോക്ടർ വർഗീസ് കുര്യൻ ആയിരുന്നു. പഠിക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ഡോക്ടർ വർഗീസ് കുര്യനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. ജനനം 1921 നവംബർ 26, മരണം 2012 സെപ്റ്റംബർ 9. മാക്സസെ പുരസ്കാരം ലഭിക്കുന്ന ആദ്യത്തെ മലയാളി എന്നറിയപ്പെടുന്നത് ഡോക്ടർ വർഗീസ് കുര്യൻ. വർഷം 1963. 1965 രൂപീകരിച്ച നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡിന്റെ തലവനായിരുന്നു ഡോക്ടർ വർഗീസ് കുര്യൻ. 1998 ലോകത്തിലെ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമായിട്ട് ഇന്ത്യ മാറിയതിനു മുന്നിൽ പ്രവർത്തിച്ച ബുദ്ധി കേന്ദ്രം എന്നറിയപ്പെടുന്നത് ഡോക്ടർ വർഗീസ് കുര്യനാണ്. പഠിക്കുക. കുര്യൻ കൈര ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ ലിമിറ്റഡിന്റെ സ്ഥാപകൻ ഡോക്ടർ വർഗീസ് കുര്യനാണ്. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് പറഞ്ഞത്. കുര്യൻ കൈര ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ ലിമിറ്റഡിന്റെ സ്ഥാപകൻ ആരാണ്? ഡോക്ടർ വർഗീസ് കുര്യനാണ്. കുര്യൻ കൈര ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ ലിമിറ്റഡ് ഇപ്പോൾ അറിയപ്പെടുന്ന പേരാണ് അമൂൽ എന്നുള്ളത്. പഠിച്ചോളനെ, ഇമ്പോർട്ടന്റ് ആണ്. കുര്യൻ കൈര ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ ലിമിറ്റഡിന്റെ ഇപ്പോൾ അറിയപ്പെടുന്ന പേരെന്താണ്? അമൂൽ എന്നാണ്. എന്താണ്? അമൂൽ എന്നാണ്. ഭക്ഷ്യ എണ്ണയുടെ നിർമ്മാണ മേഖലയിൽ മാറ്റം കൊണ്ടുവന്ന ധാര എന്ന ഭക്ഷ്യ എണ്ണയുടെ പിന്നിൽ പ്രവർത്തിച്ച വ്യക്തിത്വമായിരുന്നു ചോദിച്ചാൽ ഡോക്ടർ വർഗീസ് കുര്യനാണ്. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഭക്ഷ്യ എണ്ണയുടെ നിർമ്മാണ മേഖലയിലെ ഒരു കുതിച്ചുചാട്ടം കൊണ്ടുവന്ന അല്ലെങ്കിൽ ഒരു മാറ്റം കൊണ്ടുവന്ന ധാര എന്ന ഭക്ഷ്യ എണ്ണയുടെ പിന്നിൽ പ്രവർത്തിച്ച വ്യക്തിത്വമാരാണ്? ഡോക്ടർ വർഗീസ് കുര്യനാണ്. പഠിക്കുക. ഒന്നുകൂടി പറയാം. കുര്യൻ കൈര ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ ലിമിറ്റഡ് എന്ന സ്ഥാപകനാരാണ്? ഡോക്ടർ വർഗീസ് കുര്യനാണ്. ഈ കുര്യൻ കൈര ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ ലിമിറ്റഡിന്റെ ഇപ്പോഴറിയപ്പെടുന്ന പേരെന്താണ്? അമൂൽ എന്നാണ്. ഭക്ഷ്യ എണ്ണയുടെ നിർമ്മാണ മേഖലയിൽ മാറ്റം കൊണ്ടുവന്ന ധാര എന്ന ഭക്ഷ്യ എണ്ണയുടെ പിന്നിൽ പ്രവർത്തിച്ചിരുന്ന വ്യക്തിത്വമാരാണ്? ഡോക്ടർ വർഗീസ് കുര്യനാണ്. പഠിക്കുക. വർഗീസ് കുര്യന്റെ ജനനദിനമായ നവംബർ 26 ദേശീയ ക്ഷീരദിനമായി നമ്മൾ ആചരിക്കുന്നു. ഇമ്പോർട്ടന്റ് ആണ്. വർഗീസ് കുര്യന്റെ ജനനദിനമായ നവംബർ 26 ദേശീയ ക്ഷീരദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നു. ദേശീയ ക്ഷീരദിനം നവംബർ 26 ആചരിച്ചു തുടങ്ങിയത് 2014 മുതൽ. ദേശീയ ക്ഷീരദിനം നവംബർ 26 ആചരിച്ചു തുടങ്ങിയത് 2014 മുതലാണ്. ഡോക്ടർ വർഗീസ് കുര്യന്റെ 100ാം ജന്മവാർഷികം ആഘോഷിച്ചത് 2021. ഡോക്ടർ വർഗീസ് കുര്യന്റെ 100ാം ജന്മവാർഷികം ആഘോഷിച്ചു തുടങ്ങിയത് 2021. ഡോക്ടർ വർഗീസ് കുര്യന്റെ 100ാം ജന്മവാർഷികം ആഘോഷിച്ചു തുടങ്ങിയത് എന്നാണ്? 2021. പഠിക്കുക. ഒന്നുകൂടി പറയാം. വർഗീസ് കുര്യന്റെ ജന്മദിനമായ നവംബർ 26 ദേശീയ ക്ഷീരദിനമായി ആചരിക്കുന്നു. ദേശീയ ക്ഷീരദിനം നവംബർ 26 ആചരിച്ചു തുടങ്ങിയത് 2014 മുതൽ. ഡോക്ടർ വർഗീസ് കുര്യന്റെ 100ാം ജന്മവാർഷികം ആഘോഷിച്ചത് 2021. പഠിക്കുക. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഡോക്ടർ വർഗീസ് കുര്യൻ രൂപീകരിച്ച സ്ഥാപനങ്ങളാണ്. ഡോക്ടർ വർഗീസ് കുര്യൻ രൂപീകരിച്ച സ്ഥാപനങ്ങൾ: ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ മാനേജ്മെന്റ് ആനന്ദ് 1979. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ മാനേജ്മെന്റ് ആനന്ദ് 1979. നാഷണൽ കോഓപ്പറേറ്റീവ് ഡയറി ഫെഡറേഷൻ 1988. നാഷണൽ കോഓപ്പറേറ്റീവ് ഡയറി ഫെഡറേഷൻ 1988. ആനന്ദാലയ എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്ഥാപിച്ചത് ഡോക്ടർ വർഗീസ് കുര്യൻ. ആനന്ദാലയ എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്ഥാപിച്ചത് ആരാണ്? ഡോക്ടർ വർഗീസ് കുര്യനാണ്. അതുപോലെ തന്നെ വിദ്യാ ഡയറി 1994 സ്ഥാപിച്ചത് ഡോക്ടർ വർഗീസ് കുര്യനാണ്. വിദ്യാ ഡയറി 1994 ആരംഭിച്ചത് ഡോക്ടർ വർഗീസ് കുര്യനാണ്. ഗുജറാത്ത് കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ആരംഭിച്ചത് ഡോക്ടർ വർഗീസ് കുര്യൻ. ഗുജറാത്ത് കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ആരംഭിച്ചതാരാണ്? ഡോക്ടർ വർഗീസ് കുര്യനാണ്. പഠിക്കുക. ഒന്നുകൂടി പറയാം. ഡോക്ടർ വർഗീസ് കുര്യൻ രൂപീകരിച്ച പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ മാനേജ്മെന്റ് ആനന്ദ് 1979. നാഷണൽ കോഓപ്പറേറ്റീവ് ഡയറി ഫെഡറേഷൻ 1988. ആനന്ദാലയ എഡ്യൂക്കേഷൻ സൊസൈറ്റി രൂപീകരിച്ചത് ഡോക്ടർ വർഗീസ് കുര്യനാണ്. വിദ്യാ ഡയറി 1994 രൂപീകരിച്ചത് ഡോക്ടർ വർഗീസ് കുര്യൻ. ഗുജറാത്ത് കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ സ്ഥാപിച്ചത് ഡോക്ടർ വർഗീസ് കുര്യനാണ്. പഠിക്കുക. ഇനി നമുക്ക് പഠിക്കാനുള്ളതാണ് ഡോക്ടർ വർഗീസ് കുര്യന്റെ പ്രധാന പുസ്തകങ്ങൾ. ഏതൊക്കെയായിരുന്ന പുസ്തകങ്ങൾ നോക്കാം സുഹൃത്തുക്കളെ. ഐ ടു ഹാഡ് എ ഡ്രീമും ആൻഡ് അൺഫിനിഷ്ഡ് ഡ്രീമും രണ്ട് പ്രധാനപ്പെട്ട പുസ്തകങ്ങളാണ്. ഐ ടു ഹാഡ് എ ഡ്രീമും അതുപോലെ ആൻ അൺഫിനിഷ്ഡ് ഡ്രീമും. ഇത് രണ്ടും PSC പ്രീവിയസ് ആയി ചോദിച്ച പുസ്തകങ്ങളാണ്. ഹരിത വിപ്ലവം 1940, 1970 കാലഘട്ടങ്ങളിൽ കാർഷിക മേഖലയിൽ നിലനിന്നിരുന്ന മാന്ദ്യം കുറയ്ക്കുന്നതിനായിട്ട് ഉൽപാദനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ആഗോളതലത്തിൽ നടപ്പിലാക്കിയ കാർഷിക മുന്നേറ്റം അറിയപ്പെടുന്ന പേരാണ് ഹരിത വിപ്ലവം. എന്താ ഹരിത വിപ്ലവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1940, 1970 കാലഘട്ടങ്ങളിലെ കാർഷിക മേഖലയിൽ നിലനിന്നിരുന്ന മാന്ദ്യം കുറയ്ക്കുന്നതിനായിട്ട്
അല്ലെങ്കിൽ കുറയ്ക്കുവാനായിട്ട് ഉൽപാദനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ആഗോളതലത്തിൽ നടപ്പിലാക്കിയ കാർഷിക മുന്നേറ്റം അറിയപ്പെടുന്ന പേരാണ് ഹരിത വിപ്ലവം. ഹരിത വിപ്ലവം ആരംഭിച്ച രാജ്യം മെക്സിക്കോ. പഠിച്ചോളനെ, ഹരിത വിപ്ലവം ആരംഭിച്ച രാജ്യം ഏതാണ്? മെക്സിക്കോ ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഹരിത വിപ്ലവം ആരംഭിച്ച രാജ്യം മെക്സിക്കോ. ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് നോർമൻ ബോർലോഗ് ആണ്. ഒരുപാട് ഉദ്യോഗാർത്ഥികൾ തെറ്റിക്കുന്ന ഒരു പോയിന്റ് ആണ് പറഞ്ഞത്. ഹരിത വിപ്ലവത്തിന്റെ പിതാവായിരുന്നു ചോദിച്ചാൽ ഉത്തരം നോർമൻ ബോർലോഗ് ആണ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്ന് ചോദിച്ചാൽ മാത്രമേ ഡോക്ടർ MS സ്വാമിനാഥൻ ആകുന്നുള്ളൂ. അപ്പോൾ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷനകത്ത് നോർമൻ ബോർലോഗ് ഉണ്ടെങ്കിൽ അതാണ് ഉത്തരം. അതുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ഹരിത വിപ്ലവത്തെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. 1940, 1970 കാലഘട്ടങ്ങളിൽ കാർഷിക മേഖലയിൽ നിലനിന്നിരുന്ന മാന്ദ്യം കുറയ്ക്കുന്നതിനായിട്ട് ഉൽപാദനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ആഗോളതലത്തിൽ നടപ്പിലാക്കിയ കാർഷിക മുന്നേറ്റം അറിയപ്പെടുന്ന പേരാണ് ഹരിത വിപ്ലവം. ഹരിത വിപ്ലവം ആരംഭിച്ച രാജ്യം മെക്സിക്കോ. ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് നോർമൻ ബോർലോഗ് ആണ്. പഠിക്കുക. ഹരിത വിപ്ലവം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് വില്യം ഗൗഡ് ആണ്. ഒരുപാട് തവണ PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. ഹരിത വിപ്ലവം എന്ന പദം ആദ്യമായി ഉപയോഗിച്ച വ്യക്തിയായിരുന്നു ചോദിച്ചാൽ അത് വില്യം ഗൗഡ് ആണ്. ഹരിത വിപ്ലവത്തിന്റെ ഏഷ്യൻ ഭവനം അല്ലെങ്കിൽ ഏഷ്യൻ കവാടം എന്നൊക്കെ അറിയപ്പെടുന്നത് ഫിലിപ്പീൻസ് ആണ്. ഹരിത വിപ്ലവത്തിന്റെ ഏഷ്യൻ ഭവനം എന്നും അല്ലെങ്കിൽ ഏഷ്യയുടെ കവാടം എന്നൊക്കെ അറിയപ്പെടുന്ന രാജ്യം ചോദിച്ചാൽ അത് ഫിലിപ്പീൻസ് ആണ്. ഹരിത വിപ്ലവത്തിലൂടെ ലോകത്ത് ഏറ്റവും കൂടുതൽ ഉൽപാദനം ഉണ്ടാക്കിയ വിള എന്ന് ചോദിച്ചാൽ അത് ഗോതമ്പാണ്. അത് ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തും ഏറ്റവും കൂടുതൽ ഉൽപാദനം ഉണ്ടാക്കിയത് ഗോതമ്പ് തന്നെയാണ് കേട്ടോ. ഹരിത വിപ്ലവത്തിലൂടെ ഏറ്റവും കൂടുതൽ ഉൽപാദനം ഉണ്ടാക്കിയ കാർഷിക വിള ഏതാണ്? ഗോതമ്പാണ്. ബോർലോഗ് അവാർഡ് നൽകുന്ന മേഖല കാർഷിക മേഖല. ഇതും PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. ബോർലോഗ് അവാർഡ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയ ആദ്യത്തെ കൃഷി ശാസ്ത്രജ്ഞനായിരുന്നു ചോദിച്ചാൽ അത് നോർമൻ ബോർലോഗ് ആണ്. വർഷം 1970. ഇമ്പോർട്ടന്റ് ആണ്. സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയ ആദ്യത്തെ കൃഷി ശാസ്ത്രജ്ഞനായിരുന്നു ചോദിച്ചാൽ അത് നോർമൻ ബോർലോഗ് ആണ്. ഒന്നുകൂടി പറയാൻ സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ഹരിത വിപ്ലവം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് വില്യം ഗൗഡ് ആണ്. ഹരിത വിപ്ലവത്തിന്റെ ഏഷ്യൻ ഭവനം എന്നറിയപ്പെടുന്നത് ഫിലിപ്പീൻസ് ആണ്. ഹരിത വിപ്ലവത്തിലൂടെ ഏറ്റവും കൂടുതൽ ഉൽപാദനം ഉണ്ടാക്കിയ കാർഷിക വിള ഏത് എന്ന് ചോദിച്ചാൽ അത് ഗോതമ്പാണ്. ബോർലോഗ് അവാർഡുകൾ നൽകുന്ന മേഖല കാർഷിക മേഖല. സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയ ആദ്യത്തെ കൃഷി ശാസ്ത്രജ്ഞൻ ആര് എന്ന് ചോദിച്ചാൽ അത് നോർമൻ ബോർലോഗ് ആണ്. വർഷം 1970. പഠിക്കുക. ഇനി നമുക്ക് നോക്കുവാനുള്ളത് ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട കുറച്ച് അപൂർവ വസ്തുതകൾ നോക്കാനുണ്ട്. എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. നോർമൻ ബോർലോഗ് സമാധാനത്തിന്റെ നൊബേൽ സമ്മാനം ലഭിച്ചതിന് കാരണം ഉയർന്ന വിളവ് തരുന്ന ഗോതമ്പിനമായ HYVS വികസിപ്പിച്ചത് കൊണ്ടാണ്. ഇമ്പോർട്ടന്റ് ആണ്. നോർമൻ ബോർലോഗിന് സമാധാനത്തിന്റെ നൊബേൽ സമ്മാനം എന്തിനാ ലഭിച്ചതെന്ന് ചോദിച്ചാൽ ഉയർന്ന വിളവ് തരുന്ന ഗോതമ്പിനമായിട്ടുള്ള HYVS എന്ന് പറയുന്ന ഒരു ഗോതമ്പിനത്തിനെ വികസിപ്പിച്ചെടുത്തതിനാണ്. ഹരിത വിപ്ലവത്തിന്റെ പ്രാഥമിക സവിശേഷത എന്നറിയപ്പെടുന്നത് ഇരട്ട വിള കൃഷി രീതിയാണ്. പഠിച്ചോളനെ. ഹരിത വിപ്ലവത്തിന്റെ പ്രാഥമിക സവിശേഷത എന്നറിയപ്പെടുന്നത് ഇരട്ട വിള കൃഷി രീതിയാണ്. മെച്ചപ്പെട്ട ജനിതക വിത്തുകൾ കാർഷിക മേഖലയിൽ ഉപയോഗിച്ചു തുടങ്ങിയത് ഹരിത വിപ്ലവത്തിന്റെ ഫലമായി. മെച്ചപ്പെട്ട ജനിതക വിത്തുകള് കാർഷിക മേഖലയിൽ ഉപയോഗിച്ചു തുടങ്ങിയത് ഹരിത വിപ്ലവത്തിന്റെ ഫലമായാണ്. ഒന്നുകൂടി പറയാം. അപൂർവ വസ്തുതകളാണ് നമ്മൾ പറഞ്ഞത്. ശ്രദ്ധിച്ചോളനെ സുഹൃത്തുക്കളെ. റാങ്ക് മേക്കിംഗ് ആയിട്ടൊക്കെ ഈ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാകാം. നോർമൻ ബോർലോഗിന് സമാധാനത്തിന് നൊബേൽ സമ്മാനം ലഭിച്ചതിന് കാരണം ഉയർന്ന വിളവ് തരുന്ന ഗോതമ്പിനമായിട്ടുള്ള HYVS വികസിപ്പിച്ചത്. PSC ഇവിടെ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ളത് HYVS എന്നുള്ള ഗോതമ്പ് വികസിപ്പിച്ച ശാസ്ത്രജ്ഞൻ ആരെന്നായിരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ ചോദിക്കും നോർമൻ ബോർലോഗ് ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് ഉൽപാദിപ്പിച്ച അത്യുൽപാദന ശേഷിയുള്ള ഗോതമ്പിനമേ എന്നായിരിക്കും. ഉത്തരം ഏതാണ്? HYVS ആണ്. ഹരിത വിപ്ലവത്തിന്റെ പ്രാഥമിക സവിശേഷതകൾ അറിയപ്പെടുന്നത് ഇരട്ട വിള കൃഷി രീതി എന്നാണ്. മെച്ചപ്പെട്ട ജനിതക വിത്തുകൾ കാർഷിക മേഖലയിൽ ഉപയോഗിച്ചു തുടങ്ങിയത് ഹരിത വിപ്ലവത്തിന്റെ ഫലമായാണ്. പഠിക്കുക. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇന്ത്യൻ ഹരിത വിപ്ലവമാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഭാഗത്തു നിന്നാണ് PSC ഏറ്റവും കൂടുതൽ പ്രീവിയസ് ആയി ചോദ്യങ്ങൾ ചോദിക്കുന്ന മേഖല. അപ്പോൾ ഇന്ത്യൻ ഹരിത വിപ്ലവം. ഇന്ത്യൻ ഹരിത വിപ്ലവം ആരംഭിച്ചത് 1967-68 കാലഘട്ടത്തിൽ. ഇന്ത്യൻ ഹരിത വിപ്ലവം ആരംഭിച്ചതെന്ന 1967, 1968 കാലഘട്ടത്തിലായിരുന്നു. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ MS സ്വാമിനാഥനാണ്. ഇമ്പോർട്ടന്റ് പോയിന്റ്. ഒരുപാട് തവണ PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. പഠിക്കുക. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഡോക്ടർ MS സ്വാമിനാഥനാണ്. ആരാണ്? ഡോക്ടർ MS സ്വാമിനാഥനാണ്. കൺഫ്യൂഷൻ ഉണ്ടാവരുത്. ഹരിത
വിപ്ലവത്തിന്റെ പിതാവ് അല്ലെങ്കിൽ ലോക ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നോർമൻ ബോർലോഗ് ആണ്. എന്നാൽ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഡോക്ടർ MS സ്വാമിനാഥനാണ്. ഇന്ത്യൻ ഹരിത വിപ്ലവം ആരംഭിച്ച സമയത്ത് കൃഷി മന്ത്രിയായിരുന്നു ചോദിച്ചാൽ C സുബ്രഹ്മണ്യമാണ്. ഇതും ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ഹരിത വിപ്ലവം ആരംഭിച്ച സമയത്ത് നമ്മുടെ കേന്ദ്ര കൃഷി മന്ത്രിയായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അത് C സുബ്രഹ്മണ്യമായിരുന്നു. MS സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ സ്ഥിതി ചെയ്യുന്നത് ചെന്നൈയിലാണ്. MS സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ചെന്നൈയിലാണ്. ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് രൂപീകൃതമായത് 1929 ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് രൂപീകൃതമായ ഏത് വർഷമാ? 1929. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ഇന്ത്യൻ ഹരിത വിപ്ലവ മേഖലയെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്ത്യൻ ഹരിത വിപ്ലവം ആരംഭിച്ചതെന്ന 1967 1968 കാലഘട്ടത്തിലാണ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ MS സ്വാമിനാഥനാണ്. ഇന്ത്യൻ ഹരിത വിപ്ലവം ആരംഭിച്ച സമയത്ത് കേന്ദ്ര കൃഷിമന്ത്രി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് C സുബ്രഹ്മണ്യമാണ്. MS സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ സ്ഥിതി ചെയ്യുന്നത് ചെന്നൈയിലാണ്. ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് രൂപീകൃതമായ വർഷം 1929 പഠിക്കുക. ഹരിത വിപ്ലവ കാലത്ത് ഇന്ത്യ വികസിപ്പിച്ചെടുത്ത അത്യുൽപാദന ശേഷിയുള്ള ഗോതമ്പിനങ്ങളാണ് കല്യാൺ സോനയും അതുപോലെ സൊണാലികയും. ഇമ്പോർട്ടന്റ് ആണ്. ഹരിത വിപ്ലവ കാലത്ത് ഇന്ത്യ വികസിപ്പിച്ചെടുത്ത അത്യുൽപാദന ശേഷിയുള്ള ഗോതമ്പിനങ്ങളാണ് കല്യാൺ സോനയും അതുപോലെ തന്നെ സോണാലികയും. ഹരിത വിപ്ലവത്തിന്റെ ഫലമായി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ട വിള എന്ന് ചോദിച്ചാൽ അത് ഗോതമ്പാണ്. ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഹരിത വിപ്ലവത്തിന്റെ ഫലമായി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ട വിള ഏതാ? അത് ഗോതമ്പാണ്. കൃഷി പരാജയപ്പെട്ടാൽ സർക്കാരും രാജ്യവും പരാജയപ്പെടുമെന്ന് അഭിപ്രായപ്പെട്ട വ്യക്തി ജവഹർലാൽ നെഹ്റു. പഠിച്ചോളണേ. കൃഷി പരാജയപ്പെട്ടാൽ സർക്കാരും രാജ്യവും പരാജയപ്പെടുമെന്ന് അഭിപ്രായപ്പെട്ട വ്യക്തിത്വമാരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. എനിക്കൊരു കൾച്ചറേ അറിയൂ, അത് അഗ്രികൾച്ചർ ആണ് എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തിത്വം സർദാർ വല്ലഭായ് പട്ടേൽ. ഇത് ഒരുപാട് തവണ PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. എനിക്കൊരു കൾച്ചറേ അറിയൂ, അത് അഗ്രികൾച്ചർ ആണ് എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തിത്വം ഏതാണ്? സർദാർ വല്ലഭായ് പട്ടേൽ ആണ്. ഇനി നമുക്ക് നോക്കുവാനുള്ളത് ഹരിത വിപ്ലവത്തിന്റെ ഭാഗമായി ഉൽപാദനം വർദ്ധിച്ച വിളകളാണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് പറയുന്നത്. ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ PSC ചോദിക്കുന്നത്. ഹരിത വിപ്ലവത്തിന്റെ ഭാഗമായി ഉൽപാദനം വർദ്ധിച്ച വിളകൾ. ഒന്നാമത് ഗോതമ്പ്, രണ്ടാമത് അരി, അതിനുശേഷം ജോവർ, അതിനുശേഷം ബജ്റ, അതുപോലെ ചോളം. ഇത്രയുമാണ് പ്രധാനമായിട്ടും ഈ പറഞ്ഞിരിക്കുന്ന ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ടിട്ട് ഉൽപാദനം വർദ്ധിപ്പിച്ച ഭക്ഷ്യവിളകൾ. ഇന്ത്യയിലാണ് കേട്ടോ, ശ്രദ്ധിച്ചോളണേ. ഹരിത വിപ്ലവത്തിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ ഉൽപാദനം വർദ്ധിപ്പിച്ച ഭക്ഷ്യവിളകൾ ഏതൊക്കെയാ? ഗോതമ്പ്, അരി, ജോവർ, ബജ്റ, ചോളം. ഒന്നുകൂടി പറയാം. ഗോതമ്പ്, അരി, ജോവർ, ബജ്റ, ചോളം എന്നീ ഭക്ഷ്യവിളകൾക്കാണ് ഹരിത വിപ്ലവത്തിന്റെ ഫലമായിട്ട് ഇന്ത്യയിൽ ഉൽപാദനം വർദ്ധിപ്പിച്ചത്. ഹരിത വിപ്ലവത്തിൽ നിന്നും ഒഴിവാക്കപ്പെട്ട വിളകൾ പഠിക്കുക. ഇമ്പോർട്ടന്റ് ആണ്. ഹരിത വിപ്ലവത്തിൽ നിന്നും ഒഴിവാക്കപ്പെട്ട വിളകളാണ് നാടൻ ധാന്യങ്ങള്, എണ്ണക്കുരുക്കള്, പയറുവർഗ്ഗങ്ങൾ. ഇത് മൂന്നും പഠിച്ചോളണേ. ഹരിത വിപ്ലവത്തിൽ നിന്നും ഒഴിവാക്കപ്പെട്ട വിളകളായിരുന്നു നാടൻ ധാന്യങ്ങള്, എണ്ണക്കുരുക്കള്, പയറുവർഗ്ഗങ്ങള്. നാടൻ ധാന്യങ്ങള്, എണ്ണക്കുരുക്കള്, പയറുവർഗ്ഗങ്ങൾ എന്നിവ ഹരിത വിപ്ലവത്തിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിരുന്നു. പഠിക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ. ഹരിത വിപ്ലവത്തിന്റെ ഭാഗമായിട്ട് ഉൽപാദനം വർദ്ധിപ്പിച്ച ഭക്ഷ്യവിളകൾ ഏതൊക്കെയാണ്? ഗോതമ്പ്, അരി, ജോവർ, ബജ്റ, ചോളം എന്നിവയാണ്. ഹരിത വിപ്ലവത്തിൽ നിന്നും ഒഴിവാക്കപ്പെട്ട വിളകൾ ചോദിച്ചാൽ നാടൻ ധാന്യങ്ങൾ, എണ്ണക്കുരുക്കൾ, പയറുവർഗ്ഗങ്ങൾ എന്നിവയാണ് പഠിക്കുക. ഹരിത വിപ്ലവത്തിന്റെ ഫലമായി ഉൽപാദനം വർദ്ധിച്ച നാണ്യവിളകളാണ് എങ്കിൽ പഠിച്ചോളുക. അതാണ് പരുത്തി, ചണം, തേയില, കരിമ്പ്. ഇമ്പോർട്ടന്റ് ആണ്. ഹരിത വിപ്ലവത്തിന്റെ ഭാഗമായിട്ട് ഉൽപാദനം വർദ്ധിച്ച നാണ്യവിളകൾ ഏതൊക്കെയാണ്? പരുത്തി, ചണം, തേയില, കരിമ്പ്. ഒന്നുകൂടി പറയാം. ഹരിത വിപ്ലവത്തിന്റെ ഭാഗമായി ഉൽപാദനം വർദ്ധിച്ച നാണ്യവിളകൾ ഏതൊക്കെയാണ്? പരുത്തി, ചണം, തേയില, കരിമ്പ് എന്നിവയാണ്. കൂടുതൽ ഭക്ഷ്യവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി മുന്നോട്ട് വെച്ച ആശയമാണ് നിത്യഹരിത വിപ്ലവം. ഇമ്പോർട്ടന്റ് ആണ്. അതായത് നമ്മുടെ ഇന്ത്യയില് ഒരുപാട് ജനസംഖ്യ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുവല്ലേ. അപ്പൊ ആ ജനസംഖ്യക്ക് അനുസരിച്ചുള്ള ഭക്ഷ്യവസ്തുക്കൾ എന്ത് ചെയ്യണം? ഇന്ത്യ തന്നെ ഉൽപ്പാദിപ്പിക്കണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുവന്നതാണ് നിത്യഹരിത വിപ്ലവം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ കൂടുതൽ ഭക്ഷ്യവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് മുന്നോട്ട് വെച്ച ആശയം എന്ന് ചോദിച്ചാൽ നിത്യഹരിത വിപ്ലവമാണ്. നിത്യഹരിത വിപ്ലവം കൊണ്ടുവരുന്നതിന് കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ജനസംഖ്യാ വർധനവാണ് കേട്ടോ. ശ്രദ്ധിക്കുക. നിത്യഹരിത വിപ്ലവം എന്ന ആശയം മുന്നോട്ട് വെച്ചത് ഡോക്ടർ MS സ്വാമിനാഥൻ തന്നെയാണ്. നിത്യഹരിത വിപ്ലവം എന്ന ആശയം മുന്നോട്ട് വെച്ചത് ആരാ? ഡോക്ടർ MS സ്വാമിനാഥൻ തന്നെയാണ്. MS സ്വാമിനാഥന്റെ പ്രശസ്തമായ പുസ്തകങ്ങളാണ് An Evergreen Revolution, An Evergreen Revolution, Wheat Revolution, Wheat Revolution, A Quest for a World Without Hunger, The Quest for a World Without Hunger. ഈ മൂന്ന് പുസ്തകവും PSC പ്രീവിയസ് ആയി ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത് മൂന്നും പഠിക്കുക. MS സ്വാമിനാഥന്റെ പ്രശസ്തമായ പുസ്തകങ്ങളാണ് An Evergreen Revolution, Wheat Revolution, The Quest for a World Without Hunger, A Quest for a
വേൾഡ് വിത്തൗട്ട് ഹങ്കർ. ഏതൊക്കെ രോഗം പഠിക്കാതെ പോയില്ലെങ്കിലും വൈറസ് രോഗം പഠിച്ചോളേ സുഹൃത്തുക്കളെ. PSC സ്ഥിരം ചോദിക്കുന്നതാണ്. എക്സാം എളുപ്പമാണെങ്കിൽ വളരെ എളുപ്പമുള്ള വൈറസ് രോഗങ്ങളായിരിക്കും ചോദിക്കുന്നത് PSC. അതുകൊണ്ട് മുഴുവൻ വൈറസ് രോഗങ്ങളും പഠിച്ചു വെക്കുക. താഴെ പറയുന്നവയിൽ വൈറസ് രോഗമേന്ന് ചോദിച്ചാൽ ഉത്തരം ജലദോഷമാണ്. നമുക്ക് പ്രധാനപ്പെട്ട വൈറസ് രോഗങ്ങളൊന്ന് പഠിക്കാം. ആദ്യമായി പഠിക്കുവാനുള്ളതാണ് ഡെങ്കിപ്പനി, ചിക്കൻ പോക്സ്, മീസൽസ്, യെല്ലോ ഫീവർ അഥവാ മഞ്ഞപ്പനി, ചിക്കൻ ഗുനിയ, എബോള, സാർസ്. ഡെങ്കിപ്പനി, ചിക്കൻ പോക്സ്, മീസൽസ്, യെല്ലോ ഫീവർ അഥവാ മഞ്ഞപ്പനി, ചിക്കൻ ഗുനിയ, എബോള, സാർസ്. അടുത്ത സെറ്റായിട്ട് നമുക്ക് പഠിക്കാനുള്ളതാണ് ഇൻഫ്ലുവൻസ, വസൂരി അഥവാ സ്മാൾ പോക്സ്, വസൂരി അഥവാ സ്മാൾ പോക്സ്, പോളിയോ, പേവിഷബാധ, ഹെപ്പറ്റൈറ്റിസ്, പക്ഷിപ്പനി, എയ്ഡ്സ്. നമ്മുടെ സെക്കൻഡ് സെറ്റ് എന്താ പറഞ്ഞത്? ഇൻഫ്ലുവൻസ, വസൂരി അഥവാ സ്മാൾ പോക്സ്, പോളിയോ, പേവിഷബാധ, ഹെപ്പറ്റൈറ്റിസ്, പക്ഷിപ്പനി, എയ്ഡ്സ്. നമ്മുടെ മൂന്നാമത്തെ സെറ്റാണ് പന്നിപ്പനി, മുണ്ടിനീര്, ജലദോഷം, അഞ്ചാം പനി, ജപ്പാൻ ജ്വരം, കുരങ്ങ് പനി. പന്നിപ്പനി, മുണ്ടിനീര്, ജലദോഷം, അഞ്ചാം പനി, ജപ്പാൻ ജ്വരം, കുരങ്ങ് പനി. വളരെ 4 or 5 ഓപ്ഷൻ തന്നെ പഠിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണല്ലേ. അപ്പോഴാണ് ഇത്രയും രോഗങ്ങൾ നമുക്ക് പഠിക്കാനുള്ളത്. സുഹൃത്തുക്കൾ വിഷമിക്കേണ്ട, നമ്മുടെ കയ്യിൽ ഒരു ഈസി കോഡുണ്ട്. ഇവന്മാരെ മൊത്തം നമുക്ക് ആ കോഡിനകത്ത് അങ്ങ് ഉൾപ്പെടുത്തി പഠിച്ചു കളയാം. എന്നാലും ഒന്നുകൂടി സുഹൃത്തുക്കൾക്കൊന്ന് മനസ്സിൽ ഉറപ്പിച്ചു വെക്കുന്നതിന് വേണ്ടിയിട്ട് ഒന്നുകൂടി പറയാം. പ്രധാന വൈറസ് രോഗങ്ങൾ ഏതൊക്കെയാ സുഹൃത്തുക്കളെ? സെറ്റ് 1 വരുന്നത് ആരൊക്കെയാണ്? ഡെങ്കിപ്പനി, ചിക്കൻ പോക്സ്, മീസൽസ്, യെല്ലോ ഫീവർ അഥവാ മഞ്ഞപ്പനി, ചിക്കൻ ഗുനിയ, എബോള, സാർസ്. സെറ്റ് 2 വരുന്നത് ഇൻഫ്ലുവൻസ, വസൂരി അഥവാ സ്മാൾ പോക്സ് എന്ന് തന്നെ പഠിക്കണം. പോളിയോ, പേവിഷബാധ, ഹെപ്പറ്റൈറ്റിസ്, പക്ഷിപ്പനി, എയ്ഡ്സ്. സെറ്റ് 3 എന്താ വരുന്നത്? പന്നിപ്പനി, മുണ്ടുനീര്, ജലദോഷം, അഞ്ചാം പനി, ജപ്പാൻ ജ്വരം, കുരങ്ങ് പനി. ഇത്രയെങ്കിലും നമ്മൾ വൈറസ് രോഗങ്ങളിൽ പഠിച്ചു വെച്ചിരിക്കണം. ഇവയിൽ ഏതെങ്കിലുമൊക്കെ PSC പ്രീവിയസ് ആയി ചോദിച്ചിട്ടുള്ളതാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം ഏതാണ്? ഉത്തരം പല്ലിന്റെ ഇനാമലാണ് കേട്ടോ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം അല്ലെങ്കിൽ കാഠിന്യമേറിയ പദാർത്ഥം എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാ? നമ്മുടെ പല്ലിൽ കാണപ്പെടുന്ന ഇനാമലാണ്. അപ്പൊ നമുക്ക് പല്ലിനെ കുറിച്ചൊന്ന് പഠിക്കാം. പല്ലുകളെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേരാണ് ഒഡന്റോളജി. മറക്കരുത്, പല്ലിൽ തട്ടിക്കഴിഞ്ഞാൽ ഒടിഞ്ഞു പോകും. ഒഡന്റോളജി. പല്ലുകളെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേരാണ് ഒഡന്റോളജി. മനുഷ്യന്റെ പാൽപ്പല്ലുകളുടെ എണ്ണം മറക്കരുത് 20. മനുഷ്യന്റെ പാൽപ്പല്ലുകളുടെ എണ്ണം ചോദിച്ചാൽ 20. സ്ഥിരദന്തങ്ങളുടെ എണ്ണം, മനുഷ്യന്റെ സ്ഥിരദന്തങ്ങൾ, സ്ഥിരമായിട്ട് മനുഷ്യനുണ്ടാകുന്ന പല്ലുകളുടെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ്? അത് 32. മറക്കരുത്. ആഹാര വസ്തുക്കൾ കടിച്ചു മുറിക്കാൻ സഹായിക്കുന്ന പല്ലേതാണ്? ഉളിപ്പല്ല്. ആഹാര വസ്തുക്കൾ കടിച്ചു മുറിക്കുവാൻ സഹായിക്കുന്ന പല്ലുകൾ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉളിപ്പല്ലുകളാണ്. മനുഷ്യരിൽ എത്ര തരം പല്ലുകളാണ് ഉള്ളത്? 4 തരം പല്ലുകളാണ് ഉള്ളത്. ഏതൊക്കെയാണ് അത്? ഉളിപ്പല്ല്, കൊമ്പല്ല്, അഗ്രചവർണകം, ചവർണകം. ഇങ്ങനെ 4 തരം പല്ലുകളാണ് മനുഷ്യനുള്ളത്. ആഹാര വസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്നത് കൊമ്പല്ലേ? ഇതാ നമുക്ക് തെറ്റുന്നത്. ആഹാര വസ്തുക്കളെ കടിച്ചു മുറിക്കുവാനാണ് ഉളിപ്പല്ല് ഉപയോഗിക്കുന്നത്. നമ്മുടെ ഫ്രണ്ടിലുള്ള പല്ല് ഉളിപ്പല്ല് ഉപയോഗിക്കുന്നത്. ഉളിപ്പല്ലുകളുടെ എണ്ണം എത്രയാണ്? ഉളിപ്പല്ലുകളുടെ എണ്ണം 8 എണ്ണമാണ് കേട്ടോ. കരുത്, ഉളിപ്പല്ലുകളുടെ എണ്ണം ചോദിച്ചാൽ 8 എണ്ണമാണ്. ഉളി പോലെ ഇരിക്കും. മുറിക്കാൻ, കടിച്ചു മുറിക്കാൻ സഹായിക്കുന്ന ഉളിപ്പല്ലുകളുടെ എണ്ണം എത്രയാണ്? 8 എണ്ണം. അതുപോലെ തന്നെയാണ് ആഹാര വസ്തുക്കളെ കടിച്ചു കീറാൻ അല്ലെങ്കിൽ മാംസഭക്ഷണം കടിച്ചു കീറുന്നതിന് വേണ്ടി സഹായിക്കുന്ന പല്ലുകൾ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? കൊമ്പല്ലാണ്. ഇത് കൊമ്പല്ലിന്റെ എണ്ണം എത്രയെന്ന് ചോദിച്ചാൽ എത്ര കൊമ്പലുണ്ട്? നമുക്ക് 4 കൊമ്പല്ലുകൾ. മനുഷ്യന് എത്ര കൊമ്പല്ലുകൾ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4 കൊമ്പല്ലുകൾ. ആഹാര വസ്തുക്കൾ ചവച്ചരയ്ക്കാൻ സഹായിക്കുന്നതാണ് അഗ്രചവർണകവും ചവർണകവും. ആഹാര സാധനങ്ങളെ ചവച്ചരയ്ക്കാൻ സഹായിക്കുന്ന പല്ലിന്റെ ഭാഗമാണ് അഗ്രചവർണകവും ചവർണകവും. ചവർണകത്തിന്റെ എണ്ണം എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 12 എണ്ണം. ചവർണകം എത്രയാണ്? 12 എണ്ണവും. അഗ്രചവർണകം എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 8 എണ്ണവുമാണ്. മനുഷ്യന്റെ പല്ലുകളിൽ അഗ്രചവർണങ്ങളുടെ എണ്ണം ചോദിച്ചാൽ അഗ്രചവർണകം 8 എണ്ണവും. ചവർണകം എത്രയാണ്? 12 എണ്ണവും. അതുപോലെ കൊമ്പല്ലുകളുടെ എണ്ണം ചോദിച്ചാൽ 4. ഉളിപ്പല്ലുകളുടെ എണ്ണം ചോദിച്ചാൽ 8 എണ്ണം. കഴിഞ്ഞല്ലോ. ഇനി PSC ഇവിടെ നിന്നും ഈ വർഷം ചോദിച്ച ചോദ്യമാണ്
മനുഷ്യന്റെ ദന്തൽ ഫോർമുല എന്താണ് എന്നുള്ളത്, മനുഷ്യന്റെ ദന്തൽ ഫോർമുല എന്താണെന്നുള്ളത് മറക്കരുത്. 21-23/21-23 ഇതാണ് മനുഷ്യന്റെ ദന്തൽ ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 21-23/21-23 മനുഷ്യന്റെ ഡെന്റൽ ഫോർമുല എന്ന് പറയുന്നത്. പഠിച്ചു വെച്ചോളാം. PSC ട്രെൻഡ് ആയിട്ട് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. മോണയിലെ കുഴികളിൽ പല്ലിനെ ഉറപ്പിച്ചു നിർത്തുന്ന കാൽസ്യം അടങ്ങിയ യോജക കല അറിയപ്പെടുന്ന പേരാണ് സിമന്റ്. മോണയിലെ കുഴികളിൽ പല്ലിനെ ഉറപ്പിച്ചു നിർത്തുന്ന കാൽസ്യം അടങ്ങിയ യോജക കലകൾ അറിയപ്പെടുന്ന പേരാണ് സിമന്റ്. പല്ലുകൾ നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കലയാണ് ഡെൻഡൈൻ. മറന്നു പോകരുത്, എന്താണ് ഡെൻഡൈൻ? പല്ലുകൾ നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കലകൾ അറിയപ്പെടുന്ന പേരാണ് എന്ത്? ഡെൻഡൈൻ എന്നുള്ളത്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കടുപ്പമേറിയ ഭാഗം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇനാമലാണ്. പല്ലിൽ കാണപ്പെടുന്ന നിർജീവ ഭാഗം എന്ന് ചോദിച്ചാലും ആരാടെ? ഇനാമലാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കടുപ്പമേറിയ ഭാഗം ഇനാമലാണ്. പല്ലിൽ കാണപ്പെടുന്ന നിർജീവ ഭാഗം എന്ന് ചോദിച്ചാലും അത് ഇനാമലാണ്. പല്ലുകൾ നിർമ്മിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് കാൽസ്യം ഫോസ്ഫേറ്റ്. പല്ല് നിർമ്മിച്ചിരിക്കുന്ന പ്രധാന ഘടകം എന്ന് ചോദിച്ചാൽ കാൽസ്യം ഫോസ്ഫേറ്റ്. പല്ലുകൾ കേടുവരുന്നതിന് കാരണമായ ആസിഡ് ഏതാണ്? ലാക്റ്റിക് ആസിഡ്. ഇനി മറന്നു പോവല്ലേ. പല്ലുകൾ കേടുവരുന്നതിന് കാരണമായ ആസിഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാക്റ്റിക് ആസിഡ് ആണ്. മറക്കരുത്, ആരാണ്? ലാക്റ്റിക് ആസിഡ് ആണ്. പല്ലിന്റെ പോടടയ്ക്കാൻ ഉപയോഗിക്കുന്ന അടയ്ക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് ഡെന്റൽ അമാൽ. HIV വൈറസ്. HIV-യുടെ പൂർണ്ണരൂപം ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. പഠിച്ചോളനെ. HIV വൈറസിന്റെ പൂർണ്ണരൂപം എന്താ? ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് എന്നാണ്. റിട്രോ വിഭാഗത്തിൽപ്പെടുന്ന വൈറസുകളാണ് HIV വൈറസുകൾ. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഇത് രണ്ടും. റിട്രോ വൈറസുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ്? അത് HIV വൈറസുകളാണ്. HIV വൈറസ് മൂലമുണ്ടാകുന്ന അവസ്ഥയാണ് എയ്ഡ്സ് എന്ന് പറയുന്നത്. HIV മൂലമുണ്ടാകുന്ന അവസ്ഥയാണ് എയ്ഡ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. എയ്ഡ്സിന്റെ പൂർണ്ണരൂപം അക്യൂട്ട് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രം എന്നാണ്. എയ്ഡ്സിന്റെ പൂർണ്ണരൂപം എന്താ? അക്യൂട്ട് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രം എന്നാണ്. HIV വൈറസ് പ്രധാനമായും ആക്രമിക്കുന്നത് ടീം ലിംഫോസൈറ്റ് അഥവാ CD4 രോഗപ്രതിരോധ കോശങ്ങളെയാണ്. ഇങ്ങനെ തന്നെ പഠിച്ചോളനെ. HIV വൈറസ് പ്രധാനമായും ആക്രമിക്കുന്നത് T ലിംഫോസൈറ്റിനെയാണ്. അഥവാ T ലിംഫോസൈറ്റ് അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താ? CD4 രോഗപ്രതിരോധ കോശങ്ങളെയാണ്. എയ്ഡ്സ് തിരിച്ചറിയാനുള്ള പ്രാഥമിക പരിശോധനയാണ് എലൈസ ടെസ്റ്റ്. എയ്ഡ്സ് തിരിച്ചറിയാനുള്ള പ്രാഥമിക പരിശോധന അറിയപ്പെടുന്ന പേരെന്താ? എലീസ ടെസ്റ്റ് എന്നാണ്. എയ്ഡ്സ് സ്ഥിരീകരിക്കുന്നതിന് നടത്തുന്ന ടെസ്റ്റാണ് വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ്. പഠിച്ചോളനെ. എയ്ഡ്സ് സ്ഥിരീകരിക്കുന്നതിന് നടത്തുന്ന ടെസ്റ്റാണ് വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ്. പഠിക്കുക. എയ്ഡ്സ് ആദ്യമായി റിപ്പോർട്ട് ചെയ്ത രാജ്യം അമേരിക്ക. വർഷം 1981 ജൂൺ മാസം 5-ാം തീയതി. ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചോളനെ. എയ്ഡ്സ് ആദ്യമായി റിപ്പോർട്ട് ചെയ്ത രാജ്യം അമേരിക്കയാണ്. 1981 ജൂൺ മാസം 5-ാം തീയതിയാണ് ഇത് പടർന്നു പിടിച്ചത്. ഇന്ത്യയിൽ ആദ്യമായി എയ്ഡ്സ് രോഗം റിപ്പോർട്ട് ചെയ്തത് ചെന്നൈയില് 1986. ഇന്ത്യയിൽ ആദ്യമായിട്ട് എയ്ഡ്സ് രോഗം റിപ്പോർട്ട് ചെയ്തത് ചെന്നൈയിലാണ്. വർഷം 1986. കേരളത്തിൽ ആദ്യമായി എയ്ഡ്സ് രോഗം റിപ്പോർട്ട് ചെയ്ത ജില്ല പത്തനംതിട്ട ജില്ല. കേരളത്തിൽ ആദ്യമായിട്ട് എയ്ഡ്സ് രോഗം റിപ്പോർട്ട് ചെയ്ത ജില്ല പത്തനംതിട്ട ജില്ല. തിരഞ്ഞെടുത്ത സർക്കാർ ആശുപത്രികളിലൂടെ എയ്ഡ്സ് രോഗികൾക്ക് ചികിത്സ നൽകുന്ന പരിപാടി ART. തിരഞ്ഞെടുത്ത സർക്കാർ ആശുപത്രികളിലൂടെ എയ്ഡ്സ് രോഗികൾക്ക് ചികിത്സ നൽകുന്ന പരിപാടി അറിയപ്പെടുന്ന പേരാണ് ART. ARTയുടെ പൂർണ്ണരൂപം ആന്റി റിട്രോ വൈറൽ ട്രീറ്റ്മെന്റ്. ARTയുടെ പൂർണ്ണരൂപം എന്താണ്? ആന്റി റിട്രോ വൈറൽ ട്രീറ്റ്മെന്റ് എന്നാണ്. ഏറ്റവും കൂടുതൽ എയ്ഡ്സ് രോഗികളുള്ള രാജ്യം സൗത്ത് ആഫ്രിക്ക. പഠിച്ചോളനെ. ഏറ്റവും കൂടുതൽ എയ്ഡ്സ് രോഗികളുള്ള രാജ്യം ചോദിച്ചാൽ അത് സൗത്ത് ആഫ്രിക്കയാണ്. 2024 കണക്ക് പ്രകാരമാണ്. ലോക എയ്ഡ്സ് ദിനമായി ആചരിക്കുന്നത് ഡിസംബർ 1. ലോക എയ്ഡ്സ് ദിനമായി ആചരിക്കുന്നത് ഡിസംബർ 1. എയ്ഡ്സ് രോഗം പകരുന്നത് ശരീരദ്രവങ്ങളിലൂടെയും സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധങ്ങളിലൂടെയുമാണ്. എയ്ഡ്സ് രോഗം പകരുന്നത് ശരീരദ്രവങ്ങളിലൂടെയും സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധങ്ങളിലൂടെയുമാണ്. മനുഷ്യരീരത്തിലെ രാസപരീക്ഷണശാല എന്നറിയപ്പെടുന്നത് കരളാണ്. മനുഷ്യരീരത്തിലെ രാസപരീക്ഷണശാല എന്നറിയപ്പെടുന്നത് കരളാണ്. ഏറ്റവും വലിയ ആന്തരിക അവയവം എന്നറിയപ്പെടുന്നത് കരളാണ്. അതായത് ശരീരത്തിന് ഉള്ളിലിരിക്കുന്ന അവയവങ്ങളിൽ ഏറ്റവും വലുതാരാണ്? കരളാണ്. ഏറ്റവും വലിയ ആന്തരിക അവയവം എന്നറിയപ്പെടുന്നത് കരളാണ്. ഏറ്റവും വലിയ രണ്ടാമത്തെ അവയവം എന്നറിയപ്പെടുന്നത് കരളാണ്. അങ്ങനെയാണെങ്കിൽ സുഹൃത്തുക്കൾക്ക് ഒരു ചോദ്യം. മനുഷ്യരീരത്തിലെ ഏറ്റവും വലിയ അവയവം എന്ന് അറിയാവുന്ന സുഹൃത്തുക്കൾ ഒന്ന് കമന്റ് ചെയ്യുക. ഏറ്റവും വലിയ രണ്ടാമത്തെ അവയവം എന്നറിയപ്പെടുന്നത് ആരാണ്? കരളാണ്. മനുഷ്യരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി എന്നറിയപ്പെടുന്നത് കരളാണ്. മനുഷ്യരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി എന്നറിയപ്പെടുന്നത് ആരാ? കരളാണ്. പുനർജീവന ശേഷിയുള്ള ഏക അവയവം എന്നറിയപ്പെടുന്നത് കരളാണ്. പുനരുജ്ജീവന ശേഷിയുള്ള ഏക അവയവം എന്നറിയപ്പെടുന്നത് ആരാണ്? അത് കരളാണ്. മനുഷ്യരീരത്തിൽ ഏറ്റവും കൂടുതൽ താപം ഉൽപ്പാദിപ്പിക്കുന്ന അവയവം
അവയവം എന്ന് ചോദിച്ചാൽ അത് കരളാണ്. മനുഷ്യരീരത്തിൽ ഏറ്റവും കൂടുതൽ താപം ഉൽപ്പാദിപ്പിക്കുന്ന അവയവം ചോദിച്ചാൽ കരളാണ്. മനുഷ്യരീരത്തിൽ ഏറ്റവും കൂടുതൽ രാസാഗ്നികൾ ഉൽപ്പാദിപ്പിക്കുന്ന അവയവം കരളാണ്. മനുഷ്യരീരത്തിലെ ഏറ്റവും കൂടുതൽ രാസാഗ്നികൾ ഉൽപ്പാദിപ്പിക്കുന്ന അവയവം കരളാണ്. രക്തത്തിൽ അധികമുള്ള ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി സംഭരിക്കുന്ന അവയവം കരളാണ്. രക്തത്തിൽ അധികമുള്ള ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി സംഭരിക്കുന്ന അവയവം ചോദിച്ചാൽ അത് കരളാണ്. യൂറിയ നിർമ്മാണം നടക്കുന്ന അവയവം ചോദിച്ചാൽ അത് കരളാണ്. ഇമ്പോർട്ടന്റ് ആണ്, PSC പ്രീവിയസ് ക്വസ്റ്റ്യനുമാണ്. യൂറിയ നിർമ്മാണം നടക്കുന്ന അവയവം ചോദിച്ചാൽ അത് കരളാണ്. ഗ്ലൂക്കോസിന്റെ അളവ് രക്തത്തിൽ കുറയുമ്പോൾ ഗ്ലൈക്കോജനെ വിഘടിപ്പിച്ച് ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്ന പ്രവർത്തനം നടക്കുന്ന ശരീരഭാഗം ചോദിച്ചാൽ അല്ലെങ്കിൽ അവയവം ചോദിച്ചാൽ അത് കരളാണ്. ഗ്ലൂക്കോസിന്റെ അളവ് രക്തത്തിൽ കുറയുമ്പോൾ ഗ്ലൈക്കോജനെ വിഘടിപ്പിച്ച് ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്ന പ്രവർത്തനം നടത്തുന്ന അവയവം ചോദിച്ചാൽ അത് കരളാണ്. മദ്യം ബാധിക്കുന്ന ശരീരാവയവം ചോദിച്ചാൽ അത് കരളാണ്. മദ്യം ബാധിക്കുന്ന ശരീരാവയവം ചോദിച്ചാൽ അതും ഏതാണ്? കരളാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക, ഇമ്പോർട്ടന്റ് ആണ്. മനുഷ്യരീരത്തിലെ രാസപരീക്ഷണശാല കരൾ. ഏറ്റവും വലിയ ആന്തരിക അവയവം എന്നറിയപ്പെടുന്നത് കരളാണ്. ഏറ്റവും വലിയ രണ്ടാമത്തെ അവയവം എന്നറിയപ്പെടുന്നത് കരളാണ്. മനുഷ്യരീരത്തിലെ ഏറ്റവും വലിയ അവയവം എന്നറിയാവുന്ന സുഹൃത്തുക്കളൊന്ന് കമന്റ് ചെയ്യുക. മനുഷ്യരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി എന്നറിയപ്പെടുന്നത് കരളാണ്. പുനർജീവന ശേഷിയുള്ള ഏക അവയവം കരളാണ്. മനുഷ്യരീരത്തിൽ ഏറ്റവും കൂടുതൽ താപം ഉൽപ്പാദിപ്പിക്കുന്ന അവയവം കരളാണ്. മനുഷ്യരീരത്തിൽ ഏറ്റവും കൂടുതൽ രാസാഗ്നി ഉൽപ്പാദിപ്പിക്കുന്ന അവയവം കരളാണ്. രക്തത്തിൽ അധികമുള്ള ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റി സംഭരിക്കുന്ന അവയവം ചോദിച്ചാൽ അതും കരളാണ്. യൂറിയ നിർമ്മാണം നടക്കുന്ന അവയവം കരളാണ്. ഗ്ലൂക്കോസിന്റെ അളവ് രക്തത്തിൽ കുറയുമ്പോൾ ഗ്ലൈക്കോജനെ വിഘടിപ്പിച്ച് ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്ന പ്രവർത്തനം നടത്തുന്ന അവയവം ചോദിച്ചാൽ അതും കരളാണ്. മദ്യം ബാധിക്കുന്ന ശരീരാവയവം ചോദിച്ചാൽ കരളാണ്. കേരളവും കാർഷിക മേഖലയും എന്ന് പറയുന്ന ഭാഗത്ത് നെൽകൃഷിയെ പറ്റിയാണ്. സുഹൃത്തുക്കൾ ശ്രദ്ധിക്കണം, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു മേഖലയാണിത്. നെൽകൃഷിയുമായി ബന്ധപ്പെട്ട ഒത്തിരി ചോദ്യങ്ങൾ ഇപ്പോൾ 10th ലെവൽ എക്സാമുകൾ ചോദിക്കാറുണ്ട്. അതുകൊണ്ട് നമുക്ക് വ്യക്തമായി പഠിച്ചിരിക്കണം. കേരളവും കാർഷിക മേഖലയും എന്ന ഭാഗത്ത് നിന്നും നെൽകൃഷി. കേരളത്തിന്റെ ആകെ കൃഷി വിസ്തൃതിയുടെ ഭൂരിഭാഗവും ഉൾക്കൊള്ളുന്ന വിളകൾ നാണ്യവിളകളാണ്. നമ്മൾ പലരും തെറ്റിക്കുന്ന ഒരു പോയിന്റ് ആണ്. കേരളത്തിന്റെ ആകെ കൃഷി വിസ്തൃതിയുടെ ഭൂരിഭാഗവും ഉൾക്കൊള്ളുന്ന വിളകൾ എന്താണ്? നാണ്യവിളകളാണ്. കേരളത്തിൽ പ്രധാനമായും കൃഷി ചെയ്യുന്ന നാണ്യവിളകളാണ് റബ്ബർ, കുരുമുളക്, തെങ്ങ്, ഏലം, കശുമാവ്, തേയില, കാപ്പി. പഠിച്ചോളനെ, കേരളത്തില് പ്രധാനമായും കൃഷി ചെയ്യുന്ന നാണ്യവിളകൾ ഏതൊക്കെയാ? റബ്ബർ, കുരുമുളക്, തെങ്ങ്, ഏലം, കശുമാവ്, തേയില, കാപ്പി എന്നിവയാണ്. കേരളത്തിൽ കൃഷി ചെയ്യുന്ന പ്രധാന ഭക്ഷ്യവിളകൾ ഏതൊക്കെയാന്ന് ചോദിച്ചാൽ അത് നെല്ല്, മരിച്ചീനി, പയറുവർഗ്ഗങ്ങളാണ്. കേരളത്തിലെ പ്രധാനമായിട്ടും കൃഷി ചെയ്യുന്ന ഭക്ഷ്യവിളകളാണ് ചോദിക്കുന്നതെങ്കിൽ ഏതൊക്കെയാ? നെല്ല്, മരിച്ചീനി, പയറുവർഗ്ഗങ്ങൾ എന്നിവയാണ്. അതിൽ നെല്ലിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം നെൽകൃഷി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ഭക്ഷ്യ ധാന്യവിള എന്ന് ചോദിച്ചാൽ അത് നെല്ലാണ്. ശ്രദ്ധിച്ചോളുക, കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ഭക്ഷ്യ ധാന്യവിള എന്ന് ചോദിച്ചാൽ അത് നെല്ലാണ്. കേരളത്തിൽ കൃഷി ചെയ്യുന്ന ഭക്ഷ്യവിളകളിൽ 7.7% നെല്ലാണ്. കേരളത്തിൽ കൃഷി ചെയ്യുന്ന ഭക്ഷ്യവിളകളിൽ 7.7% നെല്ലാണ്. കേരളത്തിലെ മുഖ്യ ഭക്ഷ്യവിള എന്നറിയപ്പെടുന്നത് നെല്ല്. കേരളത്തിലെ മുഖ്യ ഭക്ഷ്യവിള എന്നറിയപ്പെടുന്നത് എന്താണ്? നെല്ലാണ്. കേരളത്തിൽ പ്രാമുഖ്യമുള്ള നെൽകൃഷി എന്ന് ചോദിച്ചാൽ അത് മുണ്ടകൻ നെൽകൃഷിയാണ്. അതിനെപ്പറ്റി നമുക്ക് പറയാം. കേരളത്തിലെ പ്രാമുഖ്യമുള്ള നെൽകൃഷി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മുണ്ടകൻ നെൽകൃഷിയാണ്. പുഞ്ച നെൽകൃഷി പ്രചാരത്തിലിരിക്കുന്ന കേരളത്തിലെ ജില്ല ആലപ്പുഴ ജില്ല. പുഞ്ച നെൽകൃഷി പ്രചാരത്തിലിരിക്കുന്ന കേരളത്തിലെ ജില്ല ഏതാ? അത് ആലപ്പുഴ ജില്ലയാണ്. മുണ്ടകൻ, വിരിപ്പ് എന്നീ നെൽകൃഷികൾ പ്രചാരത്തിലിരിക്കുന്ന കേരളത്തിലെ ജില്ല പാലക്കാട് ജില്ല. മുണ്ടകൻ, വിരിപ്പ് നെൽകൃഷികൾ പ്രചാരത്തിലിരിക്കുന്ന കേരളത്തിലെ ജില്ല ഏതാണ്? പാലക്കാട് ജില്ലയാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ഭക്ഷ്യവിള അല്ലെങ്കിൽ ധാന്യവിള എന്ന് ചോദിച്ചാൽ നെല്ലാണ്. കേരളത്തിൽ കൃഷി ചെയ്യുന്ന ഭക്ഷ്യവിളകൾ 7.7% നെല്ലാണ്. കേരളത്തിലെ മുഖ്യ ഭക്ഷ്യവിള എന്നറിയപ്പെടുന്നത് നെല്ലാണ്. കേരളത്തിൽ പ്രാമുഖ്യമുള്ള നെൽകൃഷി മുണ്ടകൻ നെൽകൃഷിയാണ്. പുഞ്ച നെൽകൃഷി പ്രചാരത്തിലിരിക്കുന്ന കേരളത്തിലെ ജില്ല ആലപ്പുഴ ജില്ല. മുണ്ടകൻ, വിരിപ്പ് നെൽകൃഷികൾ പ്രചാരത്തിലിരിക്കുന്ന കേരളത്തിലെ ജില്ല ചോദിച്ചാൽ പാലക്കാട് ജില്ലയാണ്. ഈ മുണ്ടകൻ എന്ന് പറഞ്ഞാലും പുഞ്ച എന്ന് പറഞ്ഞാലും വിരിപ്പ് എന്ന് പറഞ്ഞാലും നെൽകൃഷിയുടെ വകഭേദങ്ങളാണ്. അതെന്തെന്നുള്ളത് നമുക്ക് അങ്ങോട്ട് വഴിയെ പഠിക്കാം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നെൽകൃഷി ചെയ്യുന്ന ജില്ല പാലക്കാട് ജില്ല. ഒരുപാട് തവണ PSC പ്രീവിയസ് ആയി ചോദിച്ച ചോദ്യമാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നെൽകൃഷി ചെയ്യുന്ന ജില്ല ഏതാണ്? പാലക്കാട് ജില്ലയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല പാലക്കാട് ജില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ചോദിച്ചാൽ അത് പാലക്കാട് ജില്ലയാണ്. കേരളത്തിലെ മൊത്തം നെല്ലുൽപാദനത്തിന്റെ 39% സംഭാവന ചെയ്യുന്ന ജില്ല പാലക്കാട് ജില്ല. കേരളത്തിന്റെ മൊത്തം നെല്ലുൽപാദനത്തിന്റെ 39% സംഭാവന ചെയ്യുന്ന ജില്ല ഏതാ?
പാലക്കാട് ജില്ലയാണ്. രണ്ടാമതായി കേരളത്തിൽ ഏറ്റവും കൂടുതൽ നെൽകൃഷി ചെയ്യുന്ന ജില്ല ആലപ്പുഴ ജില്ല. രണ്ടാമതായി കേരളത്തിൽ ഏറ്റവും കൂടുതൽ നെൽകൃഷി ചെയ്യുന്ന ജില്ല ഏതാണ്? ആലപ്പുഴ ജില്ലയാണ്. കേരളത്തിലെ മൊത്തം നെല്ലുൽപാദനത്തിന്റെ 19.5% സംഭാവന ചെയ്യുന്ന ജില്ല ആലപ്പുഴ ജില്ല. ഇങ്ങനെ ശതമാന കണക്ക് ഓർത്തു വെച്ചോളണേ. കേരളത്തിലെ മൊത്തം നെല്ലുൽപാദനത്തിന്റെ 19.5% സംഭാവന ചെയ്യുന്ന ജില്ല ഏതാണ്? ആലപ്പുഴ ജില്ലയാണ്. കേരളത്തിന്റെ നെൽക്കിണ്ണം എന്നറിയപ്പെടുന്ന ജില്ല ചോദിച്ചാൽ അത് പാലക്കാട് ജില്ല. കേരളത്തിന്റെ നെൽക്കിണ്ണം എന്നറിയപ്പെടുന്ന ജില്ല ഏതാണ്? പാലക്കാട് ജില്ലയാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഭൂമി കൃഷി ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ജില്ല പാലക്കാട് ജില്ല. അതോടൊന്ന് ഓർത്തോളണേ, കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഭൂമി കൃഷി ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ജില്ല ചോദിച്ചാൽ അത് പാലക്കാട് ജില്ലയാണ്. ശരത്കാല നെൽകൃഷി എന്ന പേരിൽ അറിയപ്പെടുകയും ഏപ്രിൽ മെയ് മാസങ്ങളിൽ വിളവിറക്കി സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ വിളവെടുക്കുകയും ചെയ്യുന്ന നെൽകൃഷിയാണ് വിരിപ്പ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഒത്തിരി പോയിന്റ്സുകൾ ഒരൊറ്റ സെന്റൻസിൽ അങ്ങ് പറഞ്ഞു തീർത്തേക്കുവാണ്, ശ്രദ്ധിച്ചോളണേ. ശരത്കാല നെൽകൃഷി എന്ന പേരിൽ അറിയപ്പെടുകയും ഏപ്രിൽ മെയ് മാസങ്ങളിൽ വിളവിറക്കി സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ വിളവെടുക്കുകയും ചെയ്യുന്ന നെൽകൃഷിയാണ് വിരിപ്പ് നെൽകൃഷി. അപ്പോ വിരിപ്പ് നെൽകൃഷി അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താ? ശരത്കാല നെൽകൃഷി എന്ന്. വിരിപ്പ് നെൽകൃഷി ആരംഭിക്കുന്ന മാസങ്ങൾ ഏതൊക്കെയാ? ഏപ്രിൽ മെയ് മാസങ്ങളിലാണ്. ഇനി വിരിപ്പ് നെൽകൃഷി വിളവെടുക്കുന്ന മാസമാണ് ചോദിക്കുന്നെങ്കിലോ അത് സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലാണ്. ഓർക്കുക, ഒന്നാം വിള എന്ന പേരിൽ അറിയപ്പെടുന്ന നെൽകൃഷി വിരിപ്പ് നെൽകൃഷി. ഒന്നാം വിള എന്ന പേരിൽ അറിയപ്പെടുന്ന നെൽകൃഷി ഏതാണ്? വിരിപ്പ് നെൽകൃഷിയാണ്. അപ്പോ ശീതകാല നെൽകൃഷി എന്നറിയപ്പെടുകയും സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ വിളവിറക്കുകയും ഡിസംബർ ജനുവരി മാസങ്ങളിൽ വിളവെടുക്കുകയും ചെയ്യുന്ന നെൽകൃഷിയാണ് മുണ്ടകൻ നെൽകൃഷി എന്നറിയപ്പെടുന്നത്. അപ്പൊ ഇവിടെ പഠിക്കേണ്ട പോയിന്റ്സ് എന്തൊക്കെയാ? ശീതകാല നെൽകൃഷി എന്നറിയപ്പെടുന്നത് മുണ്ടകൻ നെൽകൃഷിയാണ്. മുണ്ടകൻ നെൽകൃഷി ആരംഭിക്കുന്ന മാസം സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലാണ്. മുണ്ടകൻ നെൽകൃഷിയുടെ വിളവെടുക്കുന്ന മാസം ഏതാണ്? അത് ഡിസംബർ ജനുവരി മാസത്തിലുമാണ്. ഓർക്കുക, രണ്ടാം വിള എന്ന പേരിൽ അറിയപ്പെടുന്ന നെൽകൃഷി മുണ്ടകൻ. രണ്ടാം വിള എന്ന പേരിൽ അറിയപ്പെടുന്ന നെൽകൃഷി ഏതാ? മുണ്ടകൻ നെൽകൃഷിയാണ്. വേനൽക്കാല നെൽകൃഷി എന്നറിയപ്പെടുകയും ഡിസംബർ ജനുവരി മാസത്തിൽ വിളവിറക്കി മാർച്ച് ഏപ്രിൽ മാസത്തിൽ വിളവെടുക്കുകയും ചെയ്യുന്ന നെൽകൃഷി രീതിയാണ് പുഞ്ച നെൽകൃഷി. ഓർക്കണേ, വേനൽക്കാല കൃഷി എന്ന പേരിൽ അറിയപ്പെടുകയും ഡിസംബർ ജനുവരി മാസങ്ങളിൽ വിളവിറക്കി മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ വിളവെടുക്കുകയും ചെയ്യുന്ന നെൽകൃഷി രീതിയാണ് പുഞ്ച നെൽകൃഷി. ഇവിടെ പഠിക്കേണ്ട പോയിന്റ്സ് എന്തൊക്കെയാ? വേനൽക്കാല നെൽകൃഷി എന്നറിയപ്പെടുന്നത് പുഞ്ചകൃഷിയാണ്. പുഞ്ച നെൽകൃഷിയുടെ വിളവെടുക്കുന്ന മാസം ഏതൊക്കെയാ? അത് മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ്. വൃശ്ചികം ധനു മാസങ്ങളിൽ ആരംഭിക്കുന്ന നെൽകൃഷി പുഞ്ച നെൽകൃഷി. ഓർത്തോളനെ, മലയാള മാസങ്ങളൂടെ പഠിച്ചോളനെ, ഇമ്പോർട്ടന്റ് ആണ്. വൃശ്ചികം ധനു മാസങ്ങളിൽ ആരംഭിക്കുന്ന നെൽകൃഷി എന്നറിയപ്പെടുന്നത് പുഞ്ചകൃഷിയാണ്. കന്നിമാസത്തിൽ വിളവെടുക്കുന്ന നെൽകൃഷി പുഞ്ചകൃഷി. കന്നിമാസത്തിൽ വിളവെടുക്കുന്ന നെൽകൃഷി എന്നറിയപ്പെടുന്നത് ഏതാ? അത് പുഞ്ചകൃഷിയാണ്. മൂന്നാം വിള എന്ന പേരിൽ അറിയപ്പെടുന്ന നെൽകൃഷി കാലമാണ് പുഞ്ച നെൽകൃഷി കാലം. ഓർക്കണേ, മൂന്നാം വിള എന്ന പേരിൽ അറിയപ്പെടുന്ന നെൽകൃഷി കാലം എന്ന് ചോദിച്ചാൽ അത് പുഞ്ച നെൽകൃഷിയാണ്. അതോടെ സുഹൃത്തുക്കളെന്ന് ഓർക്കുക. ഇനി നമുക്ക് നോക്കാനുള്ളത് പ്രധാന നെല്ലിനങ്ങളാണ്. എന്താണ് പ്രധാന നെല്ലിനങ്ങൾ? കേരളത്തിൽ ഉപ്പിന്റെ അംശമുള്ള പ്രദേശങ്ങളിൽ കൃഷി ചെയ്യപ്പെടുന്ന അത്യുൽപാദന ശേഷിയുള്ള നെല്ലിനമാണ് ഏഴോം എന്ന് പറയുന്ന നെല്ലിനം. കേരളത്തിൽ ഉപ്പിന്റെ അംശമുള്ള പ്രദേശങ്ങളിൽ കൃഷി ചെയ്യപ്പെടുന്ന അത്യുൽപാദന ശേഷിയുള്ള നെല്ലിനം അറിയപ്പെടുന്ന പേരാണ് ഏഴോം. കൈപ്പാട് പാടങ്ങളിലെ കൃഷിക്കായി വികസിപ്പിച്ചെടുത്ത നെല്ലിനം എന്നറിയപ്പെടുന്നത് ഏഴോമാണ്. കൈപ്പാട് പാടങ്ങളിലെ കൃഷിക്കായി വികസിപ്പിച്ചെടുത്ത നെല്ലിനം എന്നറിയപ്പെടുന്നത് ഏഴോമാണ്. കൈപ്പാട് പാടങ്ങൾ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഉപ്പിന്റെ അംശം കാണപ്പെടുന്ന നെൽപ്പാടങ്ങൾ അറിയപ്പെടുന്ന പേരാണ് കൈപ്പാട് പാടങ്ങൾ എന്ന്. ഇവിടെ കൃഷി ചെയ്യാനായിട്ട് വികസിപ്പിച്ചെടുത്ത നെല്ലിനമാണ് ഏഴോം നെല്ലിനം. കൈപ്പാട് പാടങ്ങൾക്ക് പ്രസിദ്ധമായ കേരളത്തിലെ ജില്ലകൾ കോഴിക്കോട്, കണ്ണൂര്, കാസർഗോഡ് ജില്ലകൾ. കൈപ്പാട് പാടങ്ങൾക്ക് പ്രസിദ്ധമായിട്ടുള്ള കേരളത്തിലെ ജില്ലകൾ ഏതൊക്കെയാ? കോഴിക്കോട്, കണ്ണൂര്, കാസർഗോഡ് ജില്ലകളാണ്. വൈറ്റമിൻ എ സമ്പുഷ്ടമായ നെല്ലിനമാണ് സുവർണ. വൈറ്റമിൻ എ സമ്പുഷ്ടമായ നെല്ലിനം ഏതാണ്? സുവർണയാണ്. വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുന്ന കേരളത്തിലെ നെല്ലിനമാണ് കൗങ്ങിൻ പൂത്താല. വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുന്ന കേരളത്തിലെ നെല്ലിനം ഏതാണ്? കൗങ്ങിൻ പൂത്താല. പ്രമേഹ രോഗികൾക്ക് കഴിക്കുവാൻ നിർദ്ദേശിക്കുന്ന ഔഷധ നെല്ലിനം കൗങ്ങിൻ പൂത്താല. പ്രമേഹ രോഗികൾക്ക് കഴിക്കുവാൻ നിർദ്ദേശിക്കുന്ന ഔഷധ നെല്ലിനം ഏതാണ്? കൗങ്ങിൻ പൂത്താലയാണ്. കേരളത്തിൽ കൃഷി ചെയ്യുന്ന ഔഷധ ഗുണമുള്ള നെല്ലിനം നവര. കേരളത്തിൽ കൃഷി ചെയ്യുന്ന ഔഷധ ഗുണമുള്ള നെല്ലിനമാണ് നവര. ഭൗമസൂചിക പദവി ലഭിച്ച കേരളത്തിലെ നെല്ലിനം ചോദിച്ചാൽ അതും നവരയാണ്.
ഭൗമസൂചിക പദവി ലഭിച്ച കേരളത്തിലെ നെല്ലിനം ഏതാണ്? നവരയാണ്. വയനാട് ജില്ലയുടെ പരമ്പരാഗത സുഗന്ധ നെല്ലിനങ്ങളാണ് ഗന്ധകശാലയും ജീരകശാലയും. ഇത് രണ്ടും PSC പ്രീവിയസ് ആയി ചോദിച്ചിട്ടുള്ളതാണ്. വയനാട് ജില്ലയിലെ പരമ്പരാഗത സുഗന്ധ നെല്ലിനങ്ങളാണ് ഗന്ധകശാലയും ജീരകശാലയും. ബുദ്ധിമാന്റെ നെല്ല് എന്നറിയപ്പെടുന്ന നെല്ലിനം പൊക്കാളി. ബുദ്ധിമാന്റെ നെല്ല് എന്നറിയപ്പെടുന്ന നെല്ലിനം ഏതാണ്? പൊക്കാളി. ഈ കഴിഞ്ഞൊരു 10th ലെവൽ എക്സാമിന് ചോദിച്ചതേ ഉള്ളൂ. ബുദ്ധിമാന്റെ നെല്ല് എന്നറിയപ്പെടുന്ന നെല്ലിനം ഏതാ? അത് പൊക്കാളിയാണ്. ലവണാംശമുള്ള ചതുപ്പ് നിലങ്ങളിൽ യഥേഷ്ടം കൃഷി ചെയ്യാൻ കഴിയുന്ന നെല്ലിനം പൊക്കാളി. ലവണാംശമുള്ള ചതുപ്പ് നിലങ്ങളിൽ യഥേഷ്ടം കൃഷി ചെയ്യാൻ കഴിയുന്ന നെല്ലിനം ഏതാണ്? പൊക്കാളിയാണ്. കേരളത്തിൽ കോൾ നിലങ്ങളിൽ കൃഷി ചെയ്യുന്ന നെല്ലിനം പൊക്കാളി. കേരളത്തിലെ കോൾ നിലങ്ങളിൽ കൃഷി ചെയ്യുന്ന പ്രധാനപ്പെട്ട നെല്ലിനം ഏതാണ്? പൊക്കാളിയാണ്. ഓർക്കുക. സമുദ്രനിരപ്പിൽ നിന്നും താഴെ സ്ഥിതി ചെയ്യുന്ന വയൽപ്പാടങ്ങൾ അറിയപ്പെടുന്ന പേരാണ് കോൾ നിലങ്ങൾ. സമുദ്രനിരപ്പിൽ നിന്നും താഴെ സ്ഥിതി ചെയ്യുന്ന വയൽപ്പാടങ്ങൾ അറിയപ്പെടുന്ന പേരെന്താ? കോൾ നിലങ്ങൾ എന്നാണ്. കോൾ നിലങ്ങൾക്ക് പ്രസിദ്ധമായ കേരളത്തിലെ ജില്ലകൾ തൃശൂർ ജില്ലയും മലപ്പുറം ജില്ലയും. ഇമ്പോർട്ടന്റ് ആണ്. കേരളത്തിലെ കോൾ നിലങ്ങൾക്ക് പ്രശസ്തമായിട്ടുള്ള ജില്ലകൾ ഏതൊക്കെയാ? തൃശൂർ ജില്ലയും മലപ്പുറം ജില്ലയും. പടുവം എന്ന പേരിൽ നെൽവയലുകൾ കാണപ്പെടുന്ന കേരളത്തിലെ ജില്ല തിരുവനന്തപുരം ജില്ല. പടുവം എന്ന പേരിൽ അറിയപ്പെടുന്ന നെൽവയലുകൾ കാണപ്പെടുന്ന കേരളത്തിലെ ജില്ല ഏതാണ്? തിരുവനന്തപുരം ജില്ലയാണ്. കേരളത്തിൽ നെൽകൃഷി ചെയ്യുന്ന പ്രധാന നെല്ലിനങ്ങളാണ് അന്നപൂർണ, രോഹിണി, ത്രിവേണി, ജ്യോതി, സ്വർണപ്രഭ, കൈരളി, കാർത്തിക, അരുണ, രേവതി, ഓണം, വർഷ, ചിങ്ങം, ജയ, ശബരി, പവിഴ, വയറ്റില 1, 2, നിള, വെള്ളപ്പൊന്നി. ഇതിനകത്ത് വെള്ളപ്പൊന്നി, അതുപോലെ അന്നപൂർണ, രോഹിണി, ത്രിവേണി, ജ്യോതി, സ്വർണപ്രഭ, കൈരളി എന്നിവയൊക്കെ PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. അതുകൊണ്ട് ഈ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട നെല്ലിനം എല്ലാം സുഹൃത്തുക്കൾ പഠിച്ചു വെക്കുക. ഒന്നുകൂടി പറഞ്ഞുതരാം അവ ഏതൊക്കെയെന്നാ. കേരളത്തിൽ കൃഷി ചെയ്യുന്ന പ്രധാന നെല്ലിനങ്ങൾ ഏതൊക്കെയാ? അന്നപൂർണ, രോഹിണി, ത്രിവേണി, ജ്യോതി, സ്വർണപ്രഭ, കൈരളി, കാർത്തിക, അരുണ, രേവതി, ഓണം, വർഷ, ചിങ്ങം, ജയ, ശബരി, പവിഴ, വയറ്റില 1, 2, നീള, വെള്ളപ്പൊന്നി. ഈ കഴിഞ്ഞൊരു PSC എക്സാമിന് വെള്ളപ്പൊന്നിയായിരുന്നു ചോദിച്ചിരുന്നത്. അതുകൂടെ സുഹൃത്തുക്കളൊന്ന് ഓർക്കുക. ഇനി നമുക്ക് നോക്കുവാനുള്ളത് കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള പ്രധാനപ്പെട്ട നെല്ല് ഗവേഷണ കേന്ദ്രങ്ങളാണ്. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള പ്രധാന നെല്ല് ഗവേഷണ കേന്ദ്രങ്ങൾ: മങ്കൊമ്പ് ആലപ്പുഴ ജില്ല. മങ്കൊമ്പ് ആലപ്പുഴ ജില്ല. കായംകുളം ആലപ്പുഴ ജില്ല. കായംകുളം ആലപ്പുഴ ജില്ല. വൈറ്റില എറണാകുളം ജില്ല. വൈറ്റില എറണാകുളം ജില്ല. പട്ടാമ്പി പാലക്കാട് ജില്ല. പട്ടാമ്പി പാലക്കാട് ജില്ല. ഈ പറഞ്ഞിരിക്കുന്ന 4 പ്രധാനപ്പെട്ട നെല്ല് ഗവേഷണ കേന്ദ്രങ്ങളും PSC ഒരുപാട് തവണ പ്രീവിയസ് ആയി ചോദിച്ചതാണ്. അതുകൊണ്ട് നമുക്കത് വ്യക്തമായിട്ട് പഠിക്കണം. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള പ്രധാന നെല്ല് ഗവേഷണ കേന്ദ്രങ്ങൾ ഏതൊക്കെയാ? മങ്കൊമ്പ് ആലപ്പുഴ ജില്ല, കായംകുളം ആലപ്പുഴ ജില്ല, വയറ്റില എറണാകുളം ജില്ല, പട്ടാമ്പി പാലക്കാട് ജില്ലയാണ്. ആക്സോണുകളെ പൊതിഞ്ഞു കാണപ്പെടുന്ന കൊഴുപ്പടങ്ങിയ പാളി അറിയപ്പെടുന്ന പേരാണ് മയലിൻ ഷീറ്റ്. പഠിക്കുക. ആക്സോണുകളെ പൊതിഞ്ഞു കാണപ്പെടുന്ന കൊഴുപ്പടങ്ങിയ പാളിയാണ് മയലിൻ ഷീറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. മയലിൻ ഷീറ്റിന്റെ നിറം ചോദിച്ചാൽ വെളുത്ത നിറമാണ്. പഠിക്കുക. PSC ഒരുപാട് തവണ പ്രീവിയസ് ആയി ചോദിച്ച ചോദ്യം. മയലിൻ ഷീറ്റിന്റെ നിറം എന്തെന്ന് ചോദിച്ചാൽ അത് തിളക്കമുള്ള വെളുത്ത നിറമാണ് കേട്ടോ. തിളക്കമുള്ള വെളുത്ത നിറമാണ് മയലിൻ ഷീറ്റിനുള്ളത്. മയലിൻ ഷീറ്റുള്ള നാഡീകോശങ്ങൾ കൂടുതലായി കാണപ്പെടുന്ന ഭാഗമാണെങ്കിൽ അതിനെ വൈറ്റ് മാറ്റർ എന്ന പേരിൽ അറിയപ്പെടുന്നു. മയലിൻ ഷീറ്റുള്ള നാഡീകോശങ്ങൾ കൂടുതലായിട്ട് കാണപ്പെടുന്ന ഭാഗമാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് വൈറ്റ് മാറ്റർ എന്നും, മൈലിൻ ഷീറ്റ് ഇല്ലാത്ത നാഡീകോശങ്ങൾ കാണപ്പെടുന്ന ഭാഗമാണെങ്കിൽ അതിനെ ഗ്രേ മാറ്റർ എന്ന പേരിലും അറിയപ്പെടുന്നു. ഇത് രണ്ടും PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. മൈലിൻ ഷീറ്റുള്ള നാഡീകോശങ്ങൾ കൂടുതലായി കാണപ്പെടുന്ന ഭാഗമാണെങ്കിൽ അവിടെ നല്ല വെളുത്ത നിറത്തിലായിരിക്കും. അതുകൊണ്ട് അവിടെ വൈറ്റ് മാറ്റർ എന്ന പേരിൽ അറിയപ്പെടുന്നു. മൈലിൻ ഷീറ്റ് ഇല്ലാത്ത നാഡീകോശങ്ങൾക്ക് നിറം ഗ്രേ കളർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഗ്രേ മാറ്റർ എന്ന പേരിലും അറിയപ്പെടുന്നു. മൈലിൻ ഷീറ്റിന്റെ ധർമ്മങ്ങളാണ് നമ്മൾ ഇനി പറയാൻ പോകുന്ന. സുഹൃത്തുക്കൾ ശ്രദ്ധിക്കുക. മൈലിൻ ഷീറ്റിന്റെ ധർമ്മങ്ങൾ: ആക്സോണിന് പോഷകഘടകങ്ങൾ, ഓക്സിജൻ എന്നിവ നൽകുന്നത് മൈലിൻ ഷീറ്റാണ്. മറക്കരുത്. ആക്സോണിന് ആവശ്യമായിട്ടുള്ള പോഷകഘടകങ്ങൾ, ഓക്സിജൻ എന്നിവ നൽകുന്നതാണെന്ന് ചോദിച്ചാൽ അത് മൈലിൻ ഷീറ്റാണ്. ആവേഗങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കുന്നത് മൈലിൻ ഷീറ്റാണ്. ആവേഗങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ അത് മൈലിൻ ഷീറ്റാണ്. അതുപോലെ തന്നെ ഒരു വൈദ്യുത ഇൻസുലേറ്റർ ആയി പ്രവർത്തിക്കുന്നു മൈലിൻ ഷീറ്റ്.
മറക്കല്ലേ, ഒരു വൈദ്യുത ഇൻസുലേറ്റർ ആയി പ്രവർത്തിക്കുന്നു. മൈലിൻ ഷീറ്റ് സുഹൃത്തുക്കൾ ഡൗട്ട് വേണ്ട, എന്താ ഇവിടെ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഡീകോശങ്ങളിലൂടെ സന്ദേശങ്ങൾ കടന്നു പോകുന്നത് വൈദ്യുത രൂപത്തിലാണ്. അപ്പോൾ അതിന്റെ ലീക്കേജ് തടയുന്നതിന് വേണ്ടിയിട്ട് ഒരു വൈദ്യുത ഇൻസുലേറ്റർ ആയിട്ട് പ്രവർത്തിക്കുന്നു. ആരാണ്? മൈലിൻ ഷീത്ത്. അതുപോലെ തന്നെ ബാഹ്യശതങ്ങളിൽ നിന്നും ആക്സോണിനെ സംരക്ഷിക്കുന്നതും ആരാണ്? മൈലിൻ ഷീത്താണ്. ബാഹ്യശതങ്ങളിൽ നിന്നും ആക്സോണിനെ സംരക്ഷിക്കുന്നതും ആരാണ്? മൈലിൻ ഷീത്താണ്. പഠിക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ആക്സോണുകൾ പൊതിഞ്ഞു കാണപ്പെടുന്ന കൊഴുപ്പടങ്ങിയ പാളിയാന്ന് ചോദിച്ചാൽ അത് മൈലിൻ ഷീത്താണ്. മൈലിൻ ഷീറ്റിന്റെ നിറം ചോദിച്ചാൽ തിളക്കമുള്ള വെള്ള നിറമാണ്. മൈലിൻ ഷീറ്റിലുള്ള നാഡീകോശങ്ങൾ കൂടുതലായി കാണപ്പെടുന്ന ഭാഗം അറിയപ്പെടുന്ന പേര് വൈറ്റ് മാറ്റർ എന്നാണ്. മൈലിൻ ഷീറ്റ് ഇല്ലാത്ത നാഡീകോശങ്ങൾ കൂടുതലായി കാണപ്പെടുന്ന ഭാഗം അറിയപ്പെടുന്ന പേരാണ് ഗ്രേ മാറ്റർ എന്ന്. അതുപോലെ മൈലിൻ ഷീറ്റിന്റെ പ്രധാന ധർമ്മങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ആക്സോണിന് പോഷകഘടകങ്ങളും ഓക്സിജനും എത്തിച്ചു കൊടുക്കുക, ആവേഗങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കുക, വൈദ്യുത ഇൻസുലേറ്ററായി പ്രവർത്തിക്കുക, ബാഹ്യക്ഷതങ്ങളിൽ നിന്നും ആക്സോണിനെ സംരക്ഷിക്കുക. ഇത്രയുമാണ് പ്രധാനപ്പെട്ട മൈലിൻ ഷീത്തിന്റെ ധർമ്മങ്ങൾ. ഇത്രയും ഭാഗം സുഹൃത്തുക്കൾ. ഇനി നമുക്ക് പഠിക്കുവാനുള്ളത് നെല്ലിനവുമായി ബന്ധപ്പെട്ട് PSC ചോദിച്ച ചോദ്യങ്ങളാണ്. നെല്ലിനവുമായി ബന്ധപ്പെട്ട് PSC ചോദിച്ച ചോദ്യങ്ങൾ. കൗങ്ങിൻ പൂത്താല എന്ന സുഗന്ധ നെല്ലിനം വികസിപ്പിച്ചെടുത്ത സ്ഥാപനം കേരള കാർഷിക സർവകലാശാല. കൗങ്ങിൻ പൂത്താല എന്ന സുഗന്ധ നെല്ലിനം വികസിപ്പിച്ചെടുത്ത സ്ഥാപനം ഏതാണ്? കേരള കാർഷിക സർവകലാശാലയാണ്. കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത ആദ്യ നെല്ലിനം ജൈവയാണ്. കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത ആദ്യത്തെ ജൈവ നെല്ലിനം എന്നറിയപ്പെടുന്നത് ജൈവയാണ്. കേരളത്തിൽ ഉപ്പിന്റെ അംശമുള്ള സ്ഥലങ്ങളെ കൃഷി ചെയ്യുവാൻ കഴിയുന്ന അത്യുൽപാദന ശേഷിയുള്ള നെല്ലിനം ഏഴോമാണ്. കേരളത്തിൽ ഉപ്പിന്റെ അംശമുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുവാൻ കഴിയുന്ന അത്യുൽപാദന ശേഷിയുള്ള നെല്ലിനം ഏതാണ്? ഏഴോമാണ്. വൈറ്റമിൻ എ സമ്പുഷ്ടമായ നെല്ലിനം സുവർണ. വൈറ്റമിൻ എ സമ്പുഷ്ടമായിട്ടുള്ള നെല്ലിനം ഏതാണ്? സുവർണയാണ്. വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുന്ന കേരളത്തിലെ നെല്ലിനമാണ് കൗങ്ങിൻ പൂത്താല. വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുന്ന കേരളത്തിലെ നെല്ലിനം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൗങ്ങിൻ പൂത്താലയാണ്. പ്രമേഹ രോഗികൾക്ക് കഴിക്കുവാൻ നിർദ്ദേശിക്കുന്ന ഔഷധ നെല്ലിനം കൗങ്ങിൻ പൂത്താല. കഴിഞ്ഞ LGSന്റെ ക്വസ്റ്റ്യൻ ആണ്. പ്രമേഹ രോഗികൾക്ക് കഴിക്കുവാൻ നിർദ്ദേശിക്കുന്ന ഔഷധ നെല്ലിനം ഏതാണ്? കൗങ്ങിൻ പൂത്താലയാണ്. കേരളത്തിൽ കൃഷി ചെയ്യുന്ന പ്രധാന ഔഷധ ഗുണമുള്ള നെല്ലിനമാണ് നവര. കേരളത്തിൽ കൃഷി ചെയ്യുന്ന പ്രധാന ഔഷധ ഗുണമുള്ള നെല്ലിനം ഏതാണ്? നവരയാണ്. വയനാട് ജില്ലയുടെ പരമ്പരാഗത സുഗന്ധ നെല്ലിനങ്ങളാണ് ജീരകശാല, ഗന്ധകശാല. വയനാട് ജില്ലയുടെ പരമ്പരാഗത സുഗന്ധ നെല്ലിനങ്ങളാണ് ജീരകശാലയും ഗന്ധകശാലയും. പാലക്കാടൻ മട്ട ഏത് കാർഷിക വിളയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നെല്ലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. LDCയുടെ ക്വസ്റ്റ്യൻ ആയിരുന്നു. പാലക്കാടൻ മട്ട ഏത് കാർഷിക വിളയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നെല്ലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യപ്പെടുന്ന നെല്ലിനം ജ്യോതിയാണ്. തെറ്റിപ്പോവരുത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യപ്പെടുന്ന നെല്ലിനം ഏതാണ്? ജ്യോതി എന്ന നെല്ലിനമാണ്. ഈ ചാനലിന്റെ വളർച്ച എന്ന് പറയുന്ന സുഹൃത്തുക്കളെ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സപ്പോർട്ടുമാണ്. ഒത്തിരി സുഹൃത്തുക്കൾ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സഹായിക്കുക.